ओ मई हो जावे चैरागरजितोरति तरिगणमुल्यतै तारगी मनत्त समयते ओ मई हो जावे तारगी मनत्त समयते ओ मई हो जावे तारगी मनत्त समयते ओ मई ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വേഗം വിട്ടേക്കണം, എന്നിട്ട് വേണം ഇവിടെ തടവാൻ. ഇത്ത പോയിട്ട് വേഗം വരാട്ടോ തങ്കക്കുടങ്ങളെ, വേഗം വരാൻ മതി. എന്ത് നല്ല പാട്ടാ. വലിക്കില്ല ആളുകൾ കാണും. നാറി മേലിൽ ആവർത്തിക്കരുത്. മേലിലാവർത്തിക്കാണ്ട് തലയിലാവർത്തിച്ച് കഴിഞ്ഞാൽ തലക്കല്ലേ സുഖം കിട്ടുള്ളൂ. എടാ പുല്ല, നീ എന്റെ വീട്ടിൽ കയറി മേലിലും തലയ്ക്കൊന്ന് സുഖം ഉണ്ടാക്കാൻ വേണ്ട. ആ വാടകയ്ക്ക് ആളെ കിട്ടി. അപ്പോ ഞാനും ഒരാളെ തപ്പിക്കൊണ്ടുവന്നിട്ടല്ലോ. തപ്പിക്കൊണ്ടുവന്നു? ആ, ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നും അല്ല, ഒരു എഞ്ചിനീയറാ. ഞാനും കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നും അല്ല. ഡോക്ടർ 1000 രൂപ അഡ്വാൻസ് മേടിച്ചു. എനിക്കിനി വാക്ക് പറയാനൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് വാക്ക് പറയാൻ പറ്റുമോ? ഞാനും വാങ്ങി രൂപ 1000 അഡ്വാൻസ്. ആളെ ഇവിടെ മുറിയിൽ ഇട്ടിരിക്കുക. നീ വാ. ഞാനങ്ങോട്ട് വരില്ല, പുലിയോലാവും. എന്ന് പറഞ്ഞാൽ പറ്റില്ല. നീ വാ. ശരിയാവില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടെന്താ? അതെയോ? എന്നാ പോവാ. സൂര്യ നെല്ലിക്ക ഇയാള് എവിടെ പോയി കിടക്കുന്നത്? ഇങ്ങോട്ട് നീങ്ങിയില്ലേ താത്ത? ഇതാണ് താത്ത. ഭയങ്കര നാണക്കാരിയാ. എവിടെയോ ഞാനിത് വൈഫാ? ഞാനൊരു എഞ്ചിനീയറാ, മാരീഡല്ല, പക്ഷെ വളരെ ഡീസന്റ്. ഞാനവിടെ താമസിക്കുന്നുണ്ട്, വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതാളെ കണ്ടപ്പോഴേ വെടി കിട്ടി. ശല്യം മാത്രം ഉണ്ടാവൂല. താമസിക്കാൻ നോക്ക്. താമസിക്കണ്ടേ? അല്ല, സമയം താമസിക്കണ്ട. വെള്ളമൊക്കെ ഉണ്ടല്ലേ? ഞാൻ വെള്ളം നിർത്തി. അയ്യോ അതല്ല, കുളിക്കാൻ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ പുറത്ത് കിണറുണ്ട്. അപ്പൊ പൈപ്പ് കണക്ഷൻ ഇല്ലേ? അതെ, സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. മോളിൽ തന്നെ കഴിഞ്ഞോളണം. അതെന്ത്? അല്ല, ഇവിടെ ഒരു പുള്ളിയുണ്ട്, അവനോട് പറഞ്ഞാൽ മതി, പാഴ്സലായിട്ട് മുകളിലോട്ട് അയച്ചുകൊണ്ടേക്ക്. വേഗം ചെല്ലെ ഞാൻ താമസിക്കാൻ നോക്കാം. താത്തയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടു കാണാൻ വഴിയില്ല. ഞാനങ്ങനെ വെളിയിലിറങ്ങണ സൈസ് അല്ല. ശരി. അപ്പോ ഇനിയിപ്പോ ഡോക്ടർ വരുമ്പോ എന്ത് ചെയ്യും? ഏതായാലും നനഞ്ഞില്ലൂടെ കോയ, ഇനി കുളിച്ച് കയറാ. മനസ്സിലായില്ല? ഞാൻ ശ്രീലത, വനിതാ കോൺസ്റ്റബിൾ. എങ്ങനെ മനസ്സിലായി? ബിക്കോസ് ഐ എം ഇന്റലിജന്റ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അടുത്ത കാലത്ത് വന്ന സാറിന്റെ 2 ലേഖനങ്ങൾ എന്റെ മനസ്സിന് പിടിച്ച് കുലുക്കി. എന്താണാവോ? ഒന്ന് കാക്കി കെ പീച്ചേ ക്യാ ഹേ, മറ്റൊന്ന് ചുരിദാർ മാറ്റു സാരിയിലേക്ക് മടങ്ങും. രണ്ടാമത്തെ ലേഖനം വായിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ ചുരിദാർ ഇട്ടിട്ടേ ഇല്ല. കുട്ടി വന്ന കാര്യം പറയൂ. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. വായിച്ചിട്ട് സൗകര്യം പോലെ മറുപടി പറഞ്ഞാ മതി. ഇത്രയും പ്രിയപ്പെട്ട ചെമ്പകൻ ചേട്ടന് ചേട്ടന്റെ ചെമ്പക ആരാമത്തിൽ ഒരു പൂവായി വിരിയാൻ എന്നെ അനുവദിക്കുമോ? ചേട്ടന്റെ ഓരോ വാക്കുകളും ഒരു ലാത്തി ചാർജ് പോലെ എന്റെ മനസ്സിന്റെ തലങ്ങും വിലങ്ങും വീഴുകയാണ്. അങ്ങയോടത്ത് ഒരു ജീവിതം പങ്കിടാൻ ഈ കാക്കിക്കാരി അനുവദിക്കൂ എന്ന് ചേട്ടന്റെ മാത്രം ശ്രീലത. എന്തിനാ സർക്കിൾ ഇൻസ്പെക്ടർ സാറിനെ കാണണമെന്ന് പറഞ്ഞ്? സർക്കിൾ സാറിനല്ല, എനിക്കാ മല്ലിയേട്ടനെ കാണേണ്ടത്. എന്താ കാര്യം? നേരിട്ട് പറയാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ ഇതിലെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. വായിച്ച് ഇപ്പൊ തന്നെ മറുപടി തരണം. എന്റെ ജീവന്റെ ജീവനായ മല്ലിച്ചേട്ടൻ അറിയുന്നതിന് ചേട്ടന്റെ ഈ പുഞ്ചിരിക്കുന്ന മുഖവും കാക്കി ഡ്രസ്സും തുളഞ്ഞു കയറി എന്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി. ജീവിതമാകുന്ന വണ്ടിയിൽ ചേട്ടനോടൊപ്പം വളയം പിടിക്കാൻ ഈ കാക്കിക്കാരി അനുവദിക്കുമോ എന്ന് ചേട്ടന്റെ ജീവിതത്തിൽ ഒരു ലതയായി പടരാൻ ആഗ്രഹിക്കുന്ന ശ്രീലത. ആനപ്പുറത്ത് കയറണമെന്ന് അണ്ണാൻ ആഗ്രഹിക്കാം, പക്ഷെ അണ്ണാന്റെ പുറത്ത് കയറണമെന്ന് ആന ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഇവിടെ ആരാ ആന? ആനയ്ക്കറിയില്ല ആനയുടെ വലുപ്പം. അപ്പൊ നമ്മുടെ വിവാഹം? എന്നെ വിവാഹം കഴിച്ചാൽ മേഡം ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം നടക്കില്ല. അതെന്താ? ഈ അടുത്ത കാലത്ത് ഞാനൊരു മാവിന്റെ മണ്ടെന്ന് വീണു. അതിനുശേഷം സെൽഫ് എടുക്കാത്തൊരു ബെൻസ് ലോറിയുടെ അവസ്ഥയിലാണ് ഞാൻ. ഈ വണ്ടി ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പോലീസ് ബംഗളെ. അപ്പൊ പറഞ്ഞതൊക്കെ മനസ്സിലായില്ല. ആരെങ്കിലും ചോദിച്ച സ്വന്തമായ ഇഷ്ടത്തിന് വന്നാന്ന് പറഞ്ഞേക്കണം. കാശിനാണെന്ന് ആരെങ്കിലും പറഞ്ഞ വണ്ടിക്കാശ് പോലും ഞാൻ തരില്ല. ഇടുക്കിക്ക് കമ്പത്തിലൊക്കെ പിച്ചാൽ എന്തി പോകേണ്ടി വരും. കേട്ടാ പന്നിയല്ലേ പന്നീർ ചെലവ. രൂപം കണ്ട് പറഞ്ഞതാണ്. ഉച്ചഭക്ഷണേ നിന്റെ സുനയെടുത്ത് തോട്ടിക്കളെ.
ആ ഇനി എല്ലാവരും ഒരു വരിയായിട്ട് പോട്ടെ. ഇങ്ങോട്ടേ ചേർന്ന് പോ. പേര് പാപ്പച്ചൻ പാപ്പച്ചൻ. വയസ്സ് 50. അഡ്രസ് കാഞ്ഞിരത്തറ, പീരുമേട്, ഇടുക്കി ജില്ല. വണ്ടിയെ വെച്ച് പരിചയപ്പെട്ടതാ. നല്ല മനുഷ്യനാണ്. വിക്കണന്റെ അപ്പനാണ്. പുള്ളി പറഞ്ഞതാ. എന്റെ പേര് പീലിപ്പോസ്. മൈക്കെന്നാ എല്ലാരും വിളിക്കുന്നത്. അപ്പന്റെ പേരും മൈക്കെന്നായിരുന്നു. അഡ്രസ് വിരിപ്പിൽ മൈക്ക് സിറ്റി. അപ്പന്റെ പേര് അസിറ്റിക്ക്, തോപ്രാംകുടി, ഇടുക്കി ജില്ല. അപ്പനും വിട്ടുകൊടുത്തില്ല, ആനയും വിട്ടുകൊടുത്തില്ല. ഉടുക്ക ഒറ്റ അലർച്ച. അയ്യോ അപ്പനോ? അല്ല ഞാനാ. കുത്തുമ്പോ പറഞ്ഞിട്ട് കുത്തണ്ടേ സിസ്റ്ററെ? ഉറങ്ങുവാന്നോ? ഉറങ്ങുമായിരുന്നേ ഉറങ്ങിക്കോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. എന്നാ മുടിഞ്ഞ ചൂടാ. തോപ്രാംകുടി നിന്ന് വെളുപ്പിനെ കാല് കൊടുത്തതാ മോർണിംഗ് സ്റ്റാറിന്. നല്ല വെളുപ്പീരായിരുന്നു. 7 മണിയായപ്പോ മൂവാറ്റുപുഴ സ്റ്റാൻഡ് പിടിച്ചു. ആയിരിക്കട്ടെ, എന്നാ വിടങ്ങതാ? എന്റെ പേര് പീലിപ്പോസ്. മൈക്കെന്നാ എല്ലാരും വിളിക്കുന്നേ. എന്റെ അപ്പന്റെ പേര് മൈക്കെന്നായിരുന്നു. സാറേ ഉറങ്ങുവാന്നേ ഉറങ്ങിച്ചോ, നമ്മളാരെ ശല്യപ്പെടുന്നില്ല. ഇവിടെ വന്നേ പിന്നെ മുഴുവൻ സെറ്റപ്പ് പാട്ടാ. പിന്നെ നിർത്തി. ഇയാളുടെ പണി എന്നാ പിന്നെ താൻ അവരെ വെച്ചുണ്ടാക്കിയാ മതി. ഞാൻ പോകും. അയാളെ വിളിക്ക്. അയാൾ പോട്ടെ. വേറെ ഇരിക്കല്ലേ നൂറന്മാര്. അയാൾ AB നെഗറ്റീവാ. മേനോ സാറിന്റെ ഗ്രൂപ്പാ. കള്ളേ ചർച്ച. ഞാൻ ഇനി എന്ത് പറഞ്ഞാൽ വിളിക്കും? സാറേ സാറേ. ദൈവാധീനോ? അല്ലേ പിന്നെ ഇയാളെ കിട്ടുവോ? 6 മാസത്തിനിടക്ക് ആദ്യത്തെ AB നെഗറ്റീവാന്നാ ഡോക്ടർ പറഞ്ഞേ. കാല് വിട്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? തോപ്രാംകുടിക്കാരന്റെ സെറ്റപ്പ് മനസ്സിലായടോ? ബ്രോക്കർ ഗുണാണ്ടേ. ഇപ്പൊ ശരിക്കും മനസ്സിലായി. അതെ, ഈ ഉച്ചഭക്ഷണം ഇവിടെ കൊണ്ട് താമസിപ്പിക്കും. 2 ദിവസം ഇവിടെ താമസിച്ച് അവരും പിടിച്ച് നമ്മളെ പുറത്താക്കും. അതിനല്ലേ നമ്മുടെ ഒറീസക്കാരിൽ ലേബർ ക്യാമ്പ്. 5 സ്റ്റാർ ഫെസിലിറ്റി അല്ലേ? വെള്ളത്തിന്റെ ശല്യമില്ല, വെളിച്ചത്തിന്റെ ശല്യമില്ല, രണ്ടുമില്ല. എന്തിന്? മേൽക്കൂരുടെ ശല്യം പോലുമില്ല. മേപ്പോട്ട് നോക്കിയാൽ സ്റ്റാർസുകൾ മാത്രം. കാശില്ലാതെ ഒപ്പിടാനോ? വേറെ വല്ല കാര്യമുണ്ടെ പറയണേ. കാശ് തീർച്ചയായിട്ടും തരും. തൽക്കാലം സിമ്പതിയുടെ പുറത്തൊപ്പിട്ടാ മതി. ആദ്യം പറഞ്ഞ് പത്രത്തിന്റെ പുറത്തൊപ്പിട്ടാ മതിയെന്ന്. ഇപ്പൊ ഞാൻ പറയുന്നത് സിമ്പതിയുടെ പുറത്തൊപ്പിടാൻ. അതെന്നാ പണിയത്? എടോ, സിമ്പതി എന്ന് വെച്ചാ ദയാവധം. എന്നാ വധമായാലും വേണ്ടില്ല, എനിക്ക് എന്താ കാര്യം ഇട്ടേച്ചാ മതി. കാശുണ്ട്. അതെ, മേനോ സാറിന്റെ കയ്യിൽ നിന്ന് ഹോസ്പിറ്റലുകാർ നിനക്കെന്നും പറഞ്ഞ് കുറേ പണം വാങ്ങിക്കും. അതിൽ നിന്ന് 2 ലക്ഷം രൂപ നിനക്ക് തരും. അത്ര ഉള്ളതാ. എന്ത് കിട്ടിയാലും മതി എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ വരെ. ആ ഉള്ളതാട്ടെ. കാശിന്റെ കാര്യം ഉച്ചാഭാഷണീയം ഞാൻ പുറത്ത് പറഞ്ഞ ഞാനും നീയും ഈ ആശുപത്രിക്കാരും അടപടല മകത്താ. വല്ല ബാബു എന്ന ശശി എന്നൊക്കെയില്ലാതെ എന്തൊട്ട് പേരത് ആരിട്ടാലതാ ഗ്യാസ് പോകുന്നത്. ആനക്ക് 2 പേര് ആനക്ക് തന്നെ ഒന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതിന് അമിതമായിട്ടൊന്നും കാണുന്നില്ലല്ലോ. കുറച്ചുകൂടെ ചീപ്പായിട്ട് കിഡ്നി കൊടുക്കാൻ ആളുണ്ട് സാർ. ദിസ് ഈസ് മൈ കാർഡ്. ഫോണിന്റെ സിം കാർഡാ? നോ, വിസിറ്റിംഗ് കാർഡ്. കുട്ടി ആരാ? ഞാനൊരു കിഡ്നി ഏജന്റ് ആണ് സാർ. ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ മതി. പോടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഒരു കിഡ്നിയുടെ വലിപ്പം പോലും ഇല്ലല്ലേ. പോണേ ബാക്കിയുള്ളവരുടെ കഞ്ഞൂടി കുട്ടിക്കാനായിട്ട്. ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. ജസ്റ്റ് റിമെമ്പർ. വേണ്ട, അത് പറഞ്ഞില്ലേ ഡിസംബറിൽ വരുള്ളൂ. എൻ്റെ വൃക്ക ദാനം ചെയ്യുന്നതിന് പരിപൂർണ സമ്മതം എല്ലാ ബോധത്തോടെയും നൽകുന്നു. വൃക്കദാനം ചെയ്യുന്നത് കൊണ്ടുള്ള അനന്തരഫലങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വൃക്കദാനം ചെയ്യുന്നത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, മറിച്ച് എൻ്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി ആണ്.
ഇയാളുടെ ബന്ധുക്കളുടെ സമ്മതം വാങ്ങിക്കണ്ടേ ഡോക്ടർ? അതല്ലേ നിയമം? യെസ്, അങ്ങനെ കുറച്ചധികം ഫോർമാലിറ്റീസ് ഉണ്ട്. അതിനുള്ള ഏർപ്പാട് ഞങ്ങൾ ഉടനെ ചെയ്യും. കേട്ടോ ചാമയൂര? അല്ല, അതിപ്പോ ബന്ധുക്കളായിട്ട് വലിയ സ്നേഹത്തിലാ. ഇയാളുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരെ പോലെ അല്ല. ബന്ധത്തിൽപ്പെട്ട സ്വന്തം ബന്ധുക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തമാണ് ബന്ധുക്കാരൻ. അത് ഞാൻ വിട്ടുപോയി. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് സ്റ്റേ? അത് നമ്മുടെ ലേബർ ക്യാമ്പില് നല്ല സൗകര്യം. വേണ്ട, ഞാൻ വേണേ വല്ല ബസ് സ്റ്റാൻഡിലും കിടന്നോളാം, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ട്. ഇയാൾ ഇനി എവിടെ താമസിക്കുന്നത് ഞാൻ തീരുമാനിക്കും. അത് തൻ്റെ ആവശ്യമല്ല, എൻ്റെ ആവശ്യമാണ്. ചേട്ടാ, ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നുണ്ടോ? സഞ്ജീവായിട്ടോ? ഇത് അവിടെ ഒന്ന് ഒരു ആട്ടോ പിടിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ താങ്ക് യു ബൈ. എടാ മീറ്ററേ, ഈ മീറ്റർ അടിച്ചു മാറ്റുന്ന പരിപാടി നിർത്താറായല്ലോ. ഇവിടെ മീറ്റർ പോയേ. രാഘവൻ ചേട്ടൻ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണ പണി നിർത്താനേ ഞാൻ ഈ പണി നിർത്താം. എന്തേ? എടാ മീറ്ററേ, ഞാൻ ആ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി. നിന്നെ ഞാൻ തപ്പി നടക്കാൻ. നീ അതിന് പറ്റിയ കക്ഷി. നിനക്ക് ഞാനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം. നീ എന്റെ കൂടെ വരൂ. ഞാനും നീയും കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട നടത്തും. നല്ല കച്ചവടമുള്ള സ്ഥലം, ലാഭം 50-50. പക്ഷേ നിന്റെ ഈ അടിച്ചു മാറ്റുന്ന സ്വഭാവം നിർത്തണം, എന്നാലേ ഉള്ളൂ. വരുമാനം കൊണ്ട് അടിച്ചു മാറ്റലിന്റെ ആവശ്യമില്ലല്ലോ വായി. പിന്നെ ഡെയിലി ഒരു 2 മണിക്കൂർ ടൈം തരണം. അതെന്തിനാ? അല്ല, 2 മീറ്ററിന്റെ പണി നടത്താലോ. ഇല്ലില്ല, ഭരതേട്ടന്റെ കടയായിരിക്കും അല്ലേ? അതെ, ഇപ്പൊ പൂട്ടിക്കിടക്കാണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഭരതേട്ടൻ കട ആണുങ്ങൾക്ക് കൊടുക്കൂല, പെണ്ണുങ്ങൾക്കേ കൊടുക്കൂ. തലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായുടെ വരവും കാത്തിരിക്കുകയാണ് ഭരതേട്ടൻ. അതുകൊണ്ട് നമുക്കൊരു കളി കളിക്കണം. എന്ത് കളി? നീ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ആമീന താത്തയാവുന്നു. ഇവിടെ നിർത്ത്, നമുക്ക് ഇവിടെ ചോദിക്കാം. നല്ല മീറ്റർ എത്രയായി? 10 രൂപയായി. അൽഹംദുലില്ലാ. അപ്പളേ കിളവി ആരണ്ടതിന്റെ കളവി? എന്നാ ശരി, കന്യകേ, ഈ ഭരതന്റെ വീട് എവിടെയാ? ചോദിച്ചിട്ട് ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല. ഭരതൻ എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. വിത്തൗട്ട് ഭരതൻ എന്ന് പറയുന്നു. വിത്തൗട്ടാ? എവിടെയാ? ആ കാണുന്ന വീടാ. അപ്പൊ വലിയ ഉപകാരം മക്കളെ. അയ്യേ, ഈ സാധനത്തിന് എവിടുന്ന് കെട്ടിയെടുത്തതാ? തലശ്ശേരിന്ന്. അപ്പൊ വരട്ടെ കന്യകേ. എന്തായിരിക്കും ഇയാളെ വിത്തോട്ട് ഭരതെന്ന് വിളിക്കണേ? 100 ഇടൂലായിരിക്കും. ഇതാണ് പഠിച്ചോനെ വീട്. തെറ്റാണ്ടിരുന്നാ മതിയായിരുന്നു. അവ ഇവിടെ ഒന്നും ആരും ഇല്ല. ആരായി കിടക്കണത്? ഒറ്റക്കെട്ടിൽ തവള കുഞ്ഞ് കിടക്കണ പോലെയുണ്ട്. ആരാ? മനസ്സിലായില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാ, നിനക്കെന്നെ മനസ്സിലായില്ലെന്ന്. ഇല്ല, മനസ്സിലായില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്കാൻ. നിനക്കോർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂളാനുവരിക്ക് പാടാൻ ഒരു പാട്ട് പഠിപ്പിച്ചാട്ടേത്താ എന്നും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരുത്തിയ നിനക്ക് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു തന്നത്. കദളിവായ കയ്യിലിരുന്ന് കർത്തവാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ വന്നാട്ട്. എന്നിട്ട് 1ാം സമ്മാനം കിട്ടിയപ്പോ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് തന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ. നീ കരയണ്ട,
നിന്നെ കരയിപ്പിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല. കറുത്തതൊക്കെ വെളുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചളമാക്കരുത് കേട്ടോടാ. നിന്റെ ചേട്ടൻ കരയാനാണ്, നീ എന്തിനാണ് അങ്ങനെ കരയാൻ? അവന് കരയാണ്ടിരിക്കാൻ പറ്റുമോ? അവന്റെ ഇല വിരിഞ്ഞു പോയ കൂട്ടുകാരൻ അബൂബക്കറിന്റെ ഏക ഇത്തായല്ലേടാ ഞാൻ. സൂപ്പർ ഉരുപ്പിടിയാണുള്ളത്. വെറുതെ അല്ല ഇയാളെ കോലം കിട്ടുപോയി. ചേട്ടന്റെ ഭാര്യയാണ് അതെന്റെ. ഇതാരല്ലേ ഭരതന്റെ രണ്ടാമത്തെ കെട്ടിയോള് രാജമ്മ. രാജമ്മേ ഞാൻ പറയാറില്ലേ നമ്മുടെ മോളെ രാജമ്മ. അല്ലാ, മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള നല്ല രസീവെള്ളമുള്ള ഭരതൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളും തമ്മിൽ തല്ലി കൊടുപ്പ പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്ന് അന്തി ഉറങ്ങണം. ഇവളും അതുപോലെ വഴക്കുണ്ടാക്കാറുണ്ടോ വരത? വല്ലപ്പോഴൊക്കെ. ആ, അത് മതി. മോളെ ദേ നമ്മുടെ ഇത്ത. അല്ലാ, ഇത് ഞമ്മടെ സീതമോളല്ലേ? പടച്ചോനെ, പണ്ട് ഞാൻ കാണുമ്പോ ദേ ഇത്രയേ ഉള്ളൂ. നീ അങ്ങോട്ട് വളർന്ന് കൊന്നത്തങ്ങോയായി പോയിട്ടൊരു മുത്ത. ചായ കുടിച്ചിട്ടാവാം. അല്ലെങ്കിൽ ഒരാരെങ്കിലും ഭർത്താനം പറഞ്ഞോണ്ടിട്ട് ഇടക്ക് വന്ന് പ്രശ്നമുണ്ടാകും. പണ്ടുള്ള പരിപാടിയുണ്ട്. മോളെ അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ ഇനി മുതൽ നിങ്ങൾ രണ്ടാക്കും ഒരു കുറവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. എനിക്കത് മതി, അത് മതി. എന്താ പാമ്പെന്ന് പറഞ്ഞു? ഞാൻ ഒന്ന് പാടിയല്ലേ? പാടിയതാണോ? ആരടാ പാമ്പ്? അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. പേടിച്ചു. ഇനി എത്ര പോണോടേ? ആ മലയുടെ നിറകെ ഒരു വെളിച്ചം കണ്ടോ? അവിടം വരെ പോണം. എന്റെ അറബി ദൈവങ്ങളെ, ഒരു കല്യാണം കഴിക്കാനുള്ള ഓരോ പരീക്ഷണങ്ങള്. എന്റെ വട്ടം പിടിക്കണേ. കുറുക്കലോലി ഇടുന്ന കേട്ടില്ലേ? എന്റെ പൊരുള് കാട്ടി പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന്. എന്റെ ദേവരെ, കൂട്ടരെ അമ്പ് ബില്ലടിക്ക്. ഒന്നല്ല, രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. മീൽസിനായിരിക്കും. ദൂരെ രണ്ട് കണ്ണുകൾ കാണുന്നു. രാത്രി കാലങ്ങൾ പുലിയുടെ കണ്ണുകൾ ഈ കട്ട പോലെ ജ്വലിക്കും. വിഷം പുരട്ടി. വേണ്ട പൂപ്പ, മൃഗങ്ങളെ കൊല്ലുന്ന എനിക്ക് ഇഷ്ടമല്ല. വേണമെങ്കിൽ മയക്കുമരുന്ന് പുരട്ടി അമ്പുകൾ അയച്ചു അൺകോൺഷ്യസ് ആകട്ടെ. എന്റെ കരച്ചിലല്ലേ കേട്ടത്? ഏയ്, അത് പുലിയുടെ കരച്ചില് തന്നെ. പുലി എന്റെ അമ്മേനെ വിളിച്ച് കരയും. പുലിക്ക് വലിയ അമ്മയും പെങ്ങന്മാരും. അവരെ വിളിച്ച് കരഞ്ഞുകൂടെ? വരി, പോയി നോക്കാം. ഇവരെന്ത് ചെയ്യാൻ പോണു? മലങ്കാളിക്ക് കുരുതി കൊടുക്കാൻ പോവാ. അയ്യോ, പൂപ്പ, ഇവൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നവനാണ്. അവനെ വെറുതെ വിട്ടേക്ക്. നിർബന്ധമാണെ മറ്റവനെ തട്ടിയേക്ക്. സുവാസോട്ടാ, ഈ സാറിനോട് ഇത്തിരി കരുണ കാണിക്കണം. കരുണ കാണിക്കാൻ ഞാനൊരു കരുണാനിധിയോ? എനിക്ക് മനുഷ്യരോട് കരുണയില്ല, മൃഗങ്ങളോടെ ഉള്ളൂ. മൃഗങ്ങളോടുള്ള ക്രൂരത അറിയിക്കാൻ വന്നതാ ഞാനും ഈ സാറ്. എവിടെയാണ് ക്രൂരത? ആരാണ് മൃഗങ്ങളെ പീഡിപ്പിക്കുന്നത്? ചേട്ടന്റെ ലീവ് വേക്കൻസിയിൽ ഒരു 60കാരൻ ചാർജ് എടുത്തിട്ടുണ്ട്. ആര്? മണികണ്ഠൻ. മണി കണ്ടാലും ഇല്ലെങ്കിലും അവന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. കടുവയ്ക്കും പുലിക്കും കൊടുക്കേണ്ട ഇറച്ചി മുഴുവൻ മറിച്ചു വെക്കല അവന്റെ പണി അല്ലേ? എനിക്ക് ഉടനെ ചാർജ് എടുക്കണം. എനിക്ക് എന്റെ മൃഗമക്കളെ കാണണം. വേണ്ടാത്ത പണിയോ? അവന്റെ മുറ്റ കണ്ടില്ലേ? പിള്ളേര് വഴി പഠിച്ചു വീണ അവനെന്നാ തന്നെ തള്ള മാർക്കില്ലാത്ത ദണ്ണം തനിക്ക് എന്തിനാണ്? വലതുകാലം വെച്ച് കേറിയപ്പോഴേ എനിക്ക് തോന്നിയതാ, ദൈവമേ ഇവിടെ എവിടെ ചെന്ന് അവസാനിക്കോ എന്നാലും നീ മിണ്ടരുത്. ഓ, ദൈവമേ, ജർമ്മൻ ഷെപ്പേർഡ് വന്നുണ്ട്. എന്താ ഇവിടെ ഒരു ബഹളം? ആരാ ഒച്ച വെച്ച് സംസാരിച്ചേ? ഇതാരാ ഈ പട്ടിപിടുത്തക്കാരൻ? പട്ടിപിടുത്തക്കാരൻ?
ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറി എന്റെ മുഖത്ത് നോക്കി പട്ടിപിടുത്തക്കാരെന്ന് പറയാൻ എങ്ങനെ എനിക്ക് ധൈര്യം വന്നു? ഞാൻ പട്ടിയുടെ മുഖത്ത് നോക്കിയല്ലയോ പറഞ്ഞത്? ഇപ്പൊ വിളിക്ക് പോണം. അങ്ങനെ ഇപ്പൊ വെളിയിൽ പോണെന്നൊക്കെ പറഞ്ഞാ നമുക്കൂടെ തോന്നണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. Get lost. Oh, Judy, don't stop. Judy. ഓ പട്ടി കാത്തു. എന്റെ കുട്ടിയെ പട്ടിയെ കണ്ടോ? ജൂഡിയോ? ആ ജൂഡിയെ കണ്ടോ? ആ ഞാൻ കണ്ടു. എന്നിട്ട് എവിടെ പറകൊച്ചേ? വാ. ഇതെന്താ കിൻഡർഗാർട്ടൻ സ്കൂളില്ലേ? ജൂഡി ഇതിന്റെ അടുത്തോട്ടാ കയറി പോകുന്ന കണ്ടേ. ഓഹോ, അക്ഷരം പഠിക്കാൻ നോക്കട്ടെ. എന്റെ ബീഡയില്ലോ. ജൂഡിയെ കണ്ടോ? ഡ്രാക്കുല വായിക്കാൻ പറ്റിയ പ്രായം. മകളെ ജൂഡിയെ കണ്ടോ മകളെ? ഗുഡ് മോർണിംഗ് സാർ. ഹമീദ് സാർ. ഞാൻ ഹമീദല്ല, ഉണ്ണികൃഷ്ണൻ. സാർ ഉണ്ണികൃഷ്ണൻ, ഞാൻ ഹമീദ്. ടൗൺ സ്റ്റേഷനിലെ SI ആണ് സാർ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം? ഇപ്പൊ ഇവിടുന്ന് പോയത് മന്ത്രി വിശാലിന്റെ മകളല്ലേ? ആ കുട്ടിയെ സാറിന് പരിചയമുണ്ടല്ലേ? അതുകൊണ്ടല്ലേ ആ കുട്ടി എന്നോട് സംസാരിച്ചത്. താൻ കാര്യം പറ. സാറിന്റെ കാല് പിടിക്കാൻ സാർ. എന്തിന്? ആ കുട്ടിയെ കൊണ്ട് മന്ത്രിയോട് പറഞ്ഞ എന്റെ സസ്പെൻഷൻ പിൻവലിക്കണം സാർ. സാറ് 100 പുണ്യം കിട്ടും. തക്കതായ കാരണമില്ലാതെ ഡിപ്പാർട്ട്മെന്റ് ആരെ ശിക്ഷിക്കാറില്ല. താൻ ചെല്ല. സാറും കൂടെ എന്റെ കൈ പിടിഞ്ഞ പിന്നെ എനിക്ക് ഒറ്റ മാർഗമുള്ളൂ. മന്ത്രിയുടെ വണ്ടിയുടെ മുമ്പിൽ ചാടി മന്ത്രിയോട് കാര്യം പറയും. ഇതൊക്കെ ഇത്രേ ഉള്ളൂ സാർ. വെറുതെ അല്ല താൻ സസ്പെൻഷനിലായത്. സാറ് വല്ലതും പറഞ്ഞ ഒന്നുമില്ല. എന്റെ കാര്യം. സാറെന്താ ഇവിടെ? സോറി, ചേട്ടൻ എന്താ ഇവിടെ? എന്റെ അച്ഛനെ കാണാൻ വന്ന ഡോക്ടറാണോ? അല്ല കള്ളനാ. അല്ല ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങും. എങ്ങോട്ടെങ്കിലും മുങ്ങിക്കളയും. കള്ളനാ. ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വന്ന. താനെന്താ ഇവിടെ? ഞാൻ അമ്മയും കൊണ്ടുവന്ന. അയ്യോ നല്ല അമ്മ. അമ്മേ, ഇത് സർക്കിൾ ഇൻസ്പെക്ടർ ചേട്ടനാ. അതെ അതെ സർക്കിളാ. മോനെ, ഇവന് മോനെ പോലെ പോലീസിൽ ചേരണമെന്നായിരുന്നു മോഹം. മോൻ വിചാരിച്ച ഇവന് എന്തെങ്കിലും ഒരു ജോലി. പോലീസിലോ? ആ എവിടെയെങ്കിലും വേണ്ടില്ല. ജോലി വാങ്ങിച്ചു തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും സീരിയൽ വേഷം വാങ്ങി. ഒന്നും വേണ്ടാതിരിടാ. അതൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു ജോലി മതി. എന്ത് ജോലി ചെയ്യാനും ഇവന് മടിയില്ല. അങ്ങനെ എന്ത് ജോലി ചെയ്യാനും തയ്യാറാണെങ്കിൽ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കൊടുക്കാം. താങ്ക് യു ഏട്ടാ. എന്നാ വരട്ടെ. നല്ല അമ്മ. ഇതിന് ആശുപത്രി പരിസരം വേണ്ട, വേറെ ഏറിയ വല്ലതും നോക്കാം. എന്നാ ചേട്ടന്റെ കൂടെ പോകുന്നതിന് ശേഷം എനിക്കൊരു വിശ്വാസമുണ്ട്, ഇതെന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അതെന്ത് പോയിന്റ്? എനിക്കും ഒരു ജോലി ശരിയായി ഞാനും ചേട്ടനെ പോലെ ഒരു വലിയ നിലയിലെത്തുമെന്ന്. എന്റെ ബുദ്ധിയും നിന്റെ പ്രയത്നം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം പറ്റും. ഇല്ലെങ്കിൽ ഞാൻ പറ്റിക്കും. താങ്ക് യു ചേട്ടാ. പിന്നെ കാശ് വല്ലതും വേണോ? അതല്ല, നമ്മൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. 2 പാലവും കഴിഞ്ഞു. 2 അല്ല 3. ഒരെണ്ണം ചെറുതായിട്ട് ഞാൻ കൂട്ടിയില്ല. എന്നിട്ടും ഇതുവരെ ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തരാൻ പോകുന്ന ജോലി എന്താണെന്ന് മാത്രം പറഞ്ഞില്ല. പറയാം, അന്തിയാവട്ടെ. അപ്പൊ ചേട്ടൻ കള്ളു കുടിക്കൂല്ലേ? കള്ള? പിന്നെ അന്തിയുടെ കാര്യം പറഞ്ഞത്? കള്ളിന് മാത്രമേ നീ അന്തി എന്ന് കേട്ടിട്ടുള്ളൂ. സന്ധ്യയ്ക്കും ഞങ്ങൾ അന്തി എന്ന് പറയും. പിന്നെ അന്ത്യം അത് മരണം. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ജോലി എന്താണെന്ന് അറിയാനുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ വികാരം തള്ളി എപ്പോഴും ചവിട്ടോർമ്മ തരണ്ട. സമയമാകുമ്പോ ഞാൻ അറിയിക്കും. സന്തോഷത്തോടെ നീ ഇത് സ്വീകരിച്ചാൽ മതി കേട്ടടാ. അതിന് ഈ പകലൊക്കെ ഒന്ന് അസ്തമിച്ച് ഇരുട്ടായിക്കോട്ടെ. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? എനിക്കൊന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കോ? പകൽ ഡ്യൂട്ടി ചെയ്യാൻ പ്രാപ്തനാകുന്നത് വരെ നൈറ്റ് ഡ്യൂട്ടി തന്നെയാണ് നിനക്ക് നല്ലത്. അതാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. ശരി ചേട്ടാ. ഞാൻ എപ്പോഴാ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത്? എപ്പോ വേണേലും ജോയിൻ ചെയ്യാം, എപ്പോ വേണേലും ജോലിയും ചെയ്യാം. നല്ല സെറ്റപ്പ്. ഇതിന്റെ ഓഫീസ് എവിടെയാ? ഈ ജോലിക്ക് ഒരു ഓഫീസ് ഇല്ല, മുതലാളിയില്ല, മാനേജർ ഇല്ല, സമയപരിധിയില്ല, ശമ്പളവും ഇല്ല. ഉണ്ട്, ലാഭം. ഞാൻ പേടിച്ചു പോയി. സമയപരിധി ഇല്ലെന്ന് പറഞ്ഞത്? സമയപരിധി ഇല്ലേന്ന് ചോദിച്ചാ ഉണ്ട്.
വെളുപ്പിനെ 2:30 to 3:30 ബെസ്റ്റ് ടൈമാണ്. പക്ഷെ പോലീസിന്റെ പിടി വീഴാതെ സൂക്ഷിക്കണം. അന്നെ പോലീസ് പിടിക്കാൻ ഓട്ടിച്ച പിന്നെ പോലീസ് പിടിക്കില്ലേ? മോഷണോ? വേഷമല്ല, ഈ തൊഴിലിന്റെ ഒരു ഭാഗമാണ് അനിയ. ഇതുപോലെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. എന്തു പറയുന്നു? വേണ്ട, പട്ടിണി കിടക്കേണ്ടി വന്നാൽ പോലും മോഷ്ടിക്കരുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. വേദാന്തം കളയനിയ. രാഷ്ട്രീയത്തിൽ പോലും പാർട്ടി ഫണ്ട് കൈയിട്ട് വാരിവരെ നേതാക്കളായിട്ടുള്ളൂ. അങ്ങനെ മോഷ്ടിച്ചിട്ട് എനിക്കൊരു സ്ഥലത്ത് എത്തണ്ട. അപ്പൊ നിനക്ക് ടി വി സീരിയൽ അഭിനയിക്കട്ടെ? അതിന് മോഷണം അറിഞ്ഞിരിക്കണം. ഞാൻ സ്വന്തമായി നിർമ്മിക്കാൻ പോകുന്ന മെഗാ സീരിയലിൽ നീയാണ് നായകൻ. താങ്ക് യു. പക്ഷെ നീ എന്റെ കൂടെ നിൽക്കണം. എന്റെ ആക്ടിവിറ്റീസിൽ പങ്കേർന്നാൽ നിനക്ക് ആക്ടറാകാം. സീരിയൽ നിർമ്മിക്കുമെന്ന് ഉറപ്പാണ്? ഉറപ്പാ, ഉറപ്പാ. പട്ടിക്ക് ബിസ്ക്കറ്റും ചിക്കനും സൂപ്പും എല്ലാം കൊടുക്കുന്നുണ്ട് ജെനി. ദിവസം കുളിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നല്ലോണം തിന്നും. അതുപോലെ തന്നെ വേസ്റ്റും. ഇനി വേസ്റ്റ് എല്ലാം എവിടെങ്കിലും കൊണ്ടുവന്ന് കളയണം. നീ പട്ടിയുടെ കാര്യം ചോദിച്ചു. ഭർത്താവായ എനിക്ക് സുഖമാണോ എന്ന് നീ കട്ട് ചെയ്തു. ഭാര്യമാര് പിള്ളേരെ വളർത്താൻ കൊടുത്തിട്ട് പോകുന്ന കേട്ടിട്ടുണ്ട്. ഇത് പട്ടിയെ വളർത്താൻ കൊടുത്തിട്ട് പോകുന്ന ആദ്യമായിട്ട്. എൻ്റെ ഒരു വിധി. നോക്ക് വേണ്ട, നീട്ടി വേണ്ട. അവിടെ സെക്രട്ടറി സാറിന്റെ കാറല്ലയോ പോകുന്നേ? അവിടെ എന്തോ താഴെ വീണു. പുള്ളിക്കാരൻ ഇറങ്ങി നടത്തില്ല. അയ്യോ സെക്രട്ടറി സാറേ, ഇതെന്നാ നോക്കിയേ? ഞങ്ങള് കണ്ടില്ലായിരുന്നു ഇപ്പൊ പോയേനെ. ഈ സമ്മാനമില്ലാതെ കല്യാണ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. വലിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. വിലപിടിപ്പുള്ള സാധനങ്ങളെ സൂക്ഷിച്ചു വെക്കണം. വേസ്റ്റ് കൊണ്ട് പുറത്തു കളയാൻ സമ്മതിക്കില്ല. ദ്രോഹി. വല്ലതും പറഞ്ഞായിരുന്നോ? നിന്റെ സത്യസന്ധത കണ്ട് തരിച്ചു നിന്നു പോയി എന്ന് പറഞ്ഞതാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മേ ഐ കം പ്ലീസ്? താങ്ക് യു. താൻ ഇങ്ങോട്ടാണ് വന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരാൾക്കറിയാം, എനിക്ക് തന്നെ. ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാം. ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറിയെ ഞാൻ തന്നെ എനിക്ക് വേണ്ടി കൗൺസിലിംഗ് നടത്തിയെന്ന് പുറത്തറിഞ്ഞാൽ ഇതേ ഫ്ലാറ്റിലുള്ള മറ്റു ചെറ്റകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? യെസ് ഐ നോ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. ഈ ഫ്ലാറ്റിലെ VIP എന്ന നിലയ്ക്ക് പുറത്തൊരു കുഞ്ഞു പോലും അറിയാതെ സാറിനെ ഞാൻ കൗൺസിൽ ചെയ്തിരിക്കും. എന്താ സർ? എന്റെ ഭാര്യ ജെന്നിഫർ അങ്ങ് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. കുട്ടികൾ? കുട്ടികളില്ല. പകരം ഒരു പട്ടി മാത്രമേ ഉള്ളൂ. കടിക്കൂ? ക്രിസ്മസിന് മാത്രം. ഞാൻ പറയുന്നതൊന്നും ഇവൾ അംഗീകരിക്കുന്നില്ല. പലപ്പോഴും വൈഫിന്റെ മുമ്പിൽ ഞാൻ കൊച്ചായി പോകുന്നു. അതായത് തന്റെ ഇടമില്ലാത്ത ഭർത്താവ് എന്നൊരു തോന്നൽ. ഓക്കെ, ഞങ്ങളുടെ ഭാഷയിൽ ഇത്തരം ഭർത്താക്കന്മാരെ മണ്ണുണ്ണി അഥവാ കിഴങ്ങേശ്വരൻ എന്ന് വിളിക്കും. അയ്യോ സോറി, ഞാൻ ഡേ ടൈമിൽ സോഡയോ വെള്ളമോ ഐസോ ഉപയോഗിക്കാറില്ല. പറയൂ, തുറന്നു പറയൂ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. ഇതിനെ സെൽഫ് അംനേഷ്യ എന്ന് പറയും. അതായത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ലോകത്തൊരു പട്ടിയും കാണില്ല. ദേ അങ്ങോട്ട് നോക്കൂ. സെക്രട്ടറി ഇരിക്കേണ്ട സ്ഥാനത്ത് സെക്രട്ടറി ഇരുന്നില്ലെങ്കിൽ അവിടെ ഇതുപോലെ പട്ടി കയറിയിരിക്കും. അതായത് പട്ടിയുടെയും വൈഫിന്റെയും മുഖം തിരിച്ചറിയാനാവാതെ സാർ മെന്റലി ഡിസോർഡർ ആണ്. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ സെൻകൂർണിക്ക ബ്രവത്തുൽ ഓഫ് ഡബിളോപ്പതി എന്ന് പറയും. പൊതിയോ പൊതിയാതിരിക്കോ എന്ത് വേണേലും ആയിക്കോട്ടെ, ഞാൻ പലപ്പോഴും ഇവിടെ ആലോചിച്ച് ഫ്ലാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഈ ഫ്ലാറ്റിന് എത്ര സ്ക്വയർ ഫീറ്റ് കാണും? അതെന്തിനാ? അതായത് സാറിന്റെ മാനസികാവസ്ഥയും ഈ ഫ്ലാറ്റിന്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചിട്ടൊന്ന് ഹരിക്കാനാണ്. മനസ്സിലായില്ല. അതായത് 13 വർഷം ഈ ഫ്ലാറ്റിനകത്ത് സാർ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ നടന്ന നടത്തം നേരെ നടന്നിരുന്നുവെങ്കിൽ സാർ ഇപ്പൊ ജർമ്മനിയിൽ എത്തിയനെ. അങ്ങോട്ടേക്ക് എനിക്ക് പ്രവേശനമില്ല. ജർമ്മനിയിൽ നമ്മൾ ആജ്ഞാപിക്കും, ഇവിടെ ഇരുന്ന് ഞാൻ അനുസരിക്കും. നിങ്ങൾ 2 കൾച്ചറിൽ ജീവിക്കുന്നവരാണ്. ജർമ്മൻ ഷെപ്പേർഡും കേരള ഡോ.
അതായത് ചാവാലിപ്പട്ടി. മനസ്സിലായില്ല? ജർമ്മൻ കൾച്ചറും കേരള കൾച്ചറും. അതായത് ആദ്യമേ തന്നെ സാറിന്റെ ഭാര്യയുടെ കുറവുകൾ മനസ്സിലാക്കാൻ സാർ പഠിക്കണമായിരുന്നു. ഒന്നുകൂടെ ഒഴിക്കട്ടെ? നോ, നത്തിങ്. സാറിന് വേണ്ടെങ്കിൽ നിർത്തിയിരിക്കും. ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ച പലതും എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. ഈ പട്ടി മുതൽ ഞാൻ ഉപേക്ഷിച്ച വേസ്റ്റ് വരെ. എന്നിട്ടും ഈ പൂതന മാത്രം തിരിച്ചു വരില്ല എന്ന വാശയില്ല. ഒന്നുമല്ല, ഈ പി കുപ്പി. ആ, എന്ത് കോപ്പമായിക്കോട്ടെ, താൻ എന്റെ സങ്കടം മനസ്സിലാക്കാം. എനിക്ക് പട്ടിയുടെ സ്മെല്ലാണോ? വളരെ ശരിയാണ്. താൻ പട്ടിയുടെ കൂടെയാണോ കിടപ്പ്? എല്ലാത്തിനുള്ള ഒരുത്തിയാണ് കാരണം. ആണോ? എടി മുടിഞ്ഞവളെ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി പാടി. നീ ആരെടി നോക്കി പഠിപ്പിക്കണേ? നിന്നെ എന്റെ ഭാര്യയുടെ ഫോട്ടോ എറിഞ്ഞു പൊട്ടിക്കല്ല. വേണ്ടി വന്ന തല്ലേ ഞാൻ പൊട്ടിക്കും. ജർമ്മൻകാരുടെ അടിപ്പാവിടെ കഴുകി കഴുകി ഓച്ചാനിച്ച് നിൽക്കാൻ നാണമില്ലടാ നാറി തനിക്ക്. മറ്റുള്ളവർ കേൾക്കും. കേൾക്കട്ടെ, ഈ ഫ്ലാറ്റിലുള്ള സർവത്ര പേരും കേൾക്കട്ടെ. താൻ ഭാര്യ പേടിക്കുന്ന വെറും പെൺകൊന്തരാണെന്ന്. അലവരാതി ഇറങ്ങി വാടാ, കള്ള പന്നി. എന്നെ പിടിച്ച് പുറത്താക്കണേ. ഞാൻ വെറും തെറ്റിയാണ്. അമ്മയുടെ കൗൺസിലർ. അവന്റെ അമ്മമ്മയുടെ ഒരു കൗൺസിലിംഗ്. ഞാൻ പകല് വെള്ളം അടിച്ചാൽ തനി തറയാന്നുള്ള കാര്യം ഈ വൃത്തിയോട്ടൊന്നും അറിയില്ല. ഇത് മൂന്നാമത്തെ നിലയായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഞാൻ ചിലപ്പോ കരഞ്ഞവൻ. ഇത് അടുത്ത വീട്ടിലെ ഗോപിയുടെ ബാഗാണ്. ഞാൻ എടുത്തോട്ടാ. പോടാ. കാര്യങ്ങളെല്ലാം അതേ സ്ഥിതിക്ക് ഇനി നിനക്ക് എത്ര ഉച്ചത്തി വേണേലും സംസാരിക്കാം. പക്ഷെ തടയില്ല. ഇവനിവിടെ വന്നേച്ചു പോയ കാര്യം മറ്റാരും അറിയരുത്. ഇവനിവിടെ വന്നേച്ചും പോയ കാര്യം മറ്റാരും അറിയരുത്. ഇത്രയല്ലേ ഉള്ളൂ. ആരാ കാറിൽ പോയത്? ഈശ്വര, അവൻ കാർ ഓടിച്ചോട്ട് പോയോ? മൂസ, ആരാ കാറിൽ പോയത്? സാറിന്റെ ക്ലാസ്മേറ്റ്. എന്റെ ക്ലാസ്മേറ്റോ? ക്ലാസ്മേറ്റോ? സാറും ആ പെണ്ണും കൂടെ ഇവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ടിട്ടല്ലേ ഞാൻ അകത്തോട്ട് പോയത്. പെണ്ണോ? ഞാനോ? ഇവിടെ ഇതെന്താ എല്ലാവർക്കും സംഭവിച്ചത്? തുടങ്ങി. ഇവനിപ്പോ ഇതൊരു സ്ഥിരം പതിവാ. അല്ല സാറേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്റെ ക്ലാസ്മേറ്റ് ഇവിടെ വന്നിരുന്നെന്ന്. ഞാനോ? അതെ, നീ തന്നെ. അതിനു മുമ്പ് പറഞ്ഞു നമ്മുടെ അമ്മയുടെ ക്ലാസ്മേറ്റ് ഇവിടെ വന്നിരുന്നെന്ന്. നീ എന്താണോ വിചാരിച്ചേ? നീ പറഞ്ഞ എന്തും ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു. നിന്നെ ഞാൻ പോട്ടെ ചേട്ടായി. അല്ല സാറേ, ഞാൻ പുറത്തു ഒന്നും വന്നു. അപ്പൊ ഈ സാറ് കേട്ടോ ഉണ്ണി, എടാ നീ പകത്തുനിന്നല്ലേ വന്നേ? നീ പറഞ്ഞ എന്താ പുറത്തുനിന്നാ വന്നെന്ന്? ഇപ്പൊ ഞാൻ അകത്തുനിന്നാ വന്നത്. പക്ഷെ നേരത്തെ ഞാൻ പുറത്തുനിന്ന് വന്നല്ലോ. ഉണ്ണി, നീ ആ ഫോൺ എടുക്ക. സാറേ, ഞാൻ എടാ, ഒരു ചേട്ടന്റെ മുന്നിൽ വെച്ചാണോ അനിയൻ പെണ്ണുമായിട്ട് സംസാരിച്ചെന്ന് പറയുന്നു? ഇനി അഥവാ അത് സത്യമാണെങ്കിൽ ഞാൻ കേൾക്ക പറയാവോ? സാറേ, ഞാൻ അത്രയും ഓർത്തില്ല. അല്ല സാറേ, എന്നാലും മിണ്ടരുത്. ഉണ്ണി സാറ് ഒരേ സമയം പുറത്തോട്ടും പോയി അപ്പൊ തന്നെ അകത്തുനിന്നും വന്നു. അനിയൻ മാജിക്ക് പഠിച്ച നീ അറിഞ്ഞില്ലേ? അതാണ് ഇപ്പോഴേക്കും. അപ്പോൾ അങ്ങനെയും മാജിക്ക് ഇപ്പൊ ക്ലിയർ ആയില്ലേ? മാജിക്ക് എനിക്ക് പഠിപ്പിക്കാൻ പോയി മലക്കറി കഴിവടാ. രക്ഷപ്പെടാ. ഓഫ് കോഴ്സ്, എവിടെയാണെന്ന് പറഞ്ഞാ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. അത് ഞാനാണോ പറയണ്ടേ? ഉണ്ണി പറ. എങ്കിൽ ഹൈവേ ഗാർഡൻ റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യാം. അതെ, ശരിക്കുള്ള എന്നെ കുട്ടി കണ്ടിട്ടുണ്ടോ? എന്താ? അല്ല, കുട്ടി ഏത് രീതിയിലാണ് എന്നെ കാണുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഫ്രണ്ട് ആയിട്ടാണോ അതോ ജീവിത പങ്കാളിയായിട്ടാണോ? നല്ല ഫ്രണ്ടായ ഒരു ലൈഫ് പാർട്ട്ണർ. ഈ പെണ്ണ് ചുക്കിനും ചുണ്ണാമ്പിനും അടുക്കുന്ന ലക്ഷണമില്ല. അല്ല, തന്റെ ഭർത്താവ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഡ്യൂട്ടിയിൽ വ്യാപൃതനാവുമ്പോ കുട്ടിക്ക് അയാളോടൊരു മടുപ്പ് തോന്നില്ലേ? ലോകത്തിലെ ആദ്യത്തെ പോലീസ് ഓഫീസറുടെ ഭാര്യയൊന്നും അല്ലല്ലോ ഞാൻ. മാത്രല്ല, ഞാനൊരു ജനസേവകന്റെ മകൾ കൂടിയാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? തമാശക്കാരൻ. തമാശക്കാരനാണോ? തർക്കത്തിലാ? തമാശ കള ഉണ്ണി. ഞാൻ മിനിസ്റ്റർ വിശ്വനാഥന്റെ മകളാണെന്ന് ഉണ്ണിക്കറിയില്ലേ? അല്ല, ഉണ്ണിക്ക് എന്തു പറ്റി? റോഡിൽ വെച്ച് ഞാനുമായി വഴക്കുണ്ടാക്കിയത് ഓർക്കുന്നുണ്ടോ?
ഉണ്ട്. അതിന്റെ പേരിലല്ലേ അച്ഛൻ ഉണ്ണിക്ക് സസ്പെൻഷൻ ഓർഡർ കയ്യിൽ തന്നത്? ഇതിന്റെ പേരിൽ അവന് സസ്പെൻഷനും അടിച്ചു കൊടുത്തോ? ശരിയാ, ഞാനിപ്പോ എല്ലാം ഓർക്കുന്നുണ്ട്. അപ്പോ എന്നാ അച്ഛൻ വന്ന് കണ്ട് സംസാരിക്കുന്നേ? എന്തിന്? എന്റെ ഒരാഗ്രഹങ്ങൾക്കും അച്ഛൻ തടസ്സം നിൽക്കില്ലെങ്കിലും ഇത് പിന്നെ അവരുടെ അവകാശം ആയതുകൊണ്ട് നമുക്ക് അച്ഛന്റെ ഇഷ്ടത്തിന് കാര്യം വിട്ടേക്കാം. വിഷമിക്കണ്ട, SI ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ ചെന്ന് കാണും. പക്ഷെ അതിനു മുമ്പ് അയാളുടെ സസ്പെൻഷൻ ഒന്ന് പിൻവലിക്കണം. ആരുടെ? എന്റെ. ഞാനാണല്ലോ SI ഉണ്ണികൃഷ്ണൻ. ചില നേരത്ത് ഉണ്ണിയുടെ സംസാരം കേട്ടാ ഒന്നും മനസ്സിലാവില്ല. എനിക്കും. അയ്യോ, കാശ്. സസ്പെൻഷനിലായപ്പോ ഇത്രയ്ക്കും ദാരിദ്ര്യമായോ? അതെന്നും ദാരിദ്ര്യ. എന്താ? അല്ല, പേഴ്സ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞതാ. ഉണ്ണിയെ ഞാൻ എവിടെ ഡ്രോപ്പ് ചെയ്യണം? എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്താറ്റ കണക്കാക്കിയാൽ മതി. അതെന്താ? എനിക്കിവിടെ ഒരാളെ കാണാനുണ്ടേ. വേഗം പൊക്കോളൂ. അപ്പോ അച്ഛനെ വന്ന് കാണാൻ മറക്കരുത്. മറക്കില്ല. അല്പം വഴി തരാമോ? താങ്ക്സ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. മൈക്കിൾ ജാക്സന്റെ പുത്തൻ ആൽബം അത്താച്ചേക്കാൾ ഉഗ്രൻ. എന്റെ അപ്പച്ചിയുടെയും അമ്മച്ചിയുടെയും 2 ആൽബവും കീറി പറഞ്ഞിരിക്കുക. പുതിയതൊരെണ്ണം വാങ്ങണം. ബൈ ദ വേ, റെക്സി അപ്പച്ചിയെ അപ്പാച്ച എന്നാണ് വിളിക്കുന്നതല്ലേ? ഓരോരോ ഫാഷൻ. ഈ വണ്ടി എങ്ങനെയുണ്ട്? ഇത് ഡാഡിയുടെ വണ്ടിയാ. ഇന്നലെ കൊണ്ടുവന്നത് മമ്മിയുടെ വണ്ടി. എന്റെ വണ്ടി അങ്കിൾ കൊണ്ടുപോയി. നല്ല വണ്ടി, എനിക്ക് ഇഷ്ടമായി. പിന്നെ എന്റെ ഡാഡിയുടെ വണ്ടി ഫോറിനാ. 8 ലക്ഷം രൂപയാ. അതിലിരുന്ന് ഉറക്കം വരും. ഉറക്കം വരാൻ 8 ലക്ഷം എന്തിനാ? 1.5 രൂപ കൊടുത്താൽ നല്ല 1-ാം തരം ഉറക്ക ഗുളി കിട്ടുമല്ലോ. സത്യം പറഞ്ഞ താൻ അടുത്തിരിക്കുമ്പോ ഐ ഫർഗെറ്റ് എവറിത്തിങ്, ഈവൻ ദി തിയറി. കാരണം താൻ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ പെണ്ണ. താങ്ക് യു ജോസൂട്ടി. ഒരു 15 ലിറ്റർ അടിച്ചേക്കാം. 2 ലിറ്റർ അടിച്ചാ മതി. 2 ലിറ്റർ. അയ്യയ്യേ, മാറി 2 ലിറ്ററാ? അതൊക്കെ അതെ, ഇതിന്റെ പെട്രോൾ ടാങ്കിന് ചെറിയ ലീക്ക് ഉണ്ട്. എത്ര അടിച്ചിട്ടും ഒരു കാര്യമില്ല. അല്ലാതെ അവർ കേൾക്കുന്നു വിചാരിച്ചിട്ടൊന്നുമല്ല. എന്ത് ചെയ്യുന്നു പറയൂ. 15 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് 500 രൂപ നോട്ട് കൊടുത്തപ്പോ ചേഞ്ച് ഇല്ലെന്ന്. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് കാശ് എടുത്തുകൊണ്ട് വരാന്ന് വെച്ചാൽ ഞാൻ തരാം. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഇതാ പറഞ്ഞത് സർക്കാരിന്റെ അടുത്ത് 500 രൂപ നോട്ട് നിരോധിക്കണമെന്ന്. താങ്ക് യു. 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടെന്നല്ലോ സാർ. ഇത് വെച്ചോ, ബാക്കി 10 രൂപ നീ എടുത്തു. അത് വേ, ഇത് വേ. നാളെ സെക്രട്ടറി മീറ്റിംഗ് വിളിച്ചിരിക്കുക. എന്തൊക്കെ പുലിവാല ഉണ്ടാവാൻ പോകുന്നെന്ന് എനിക്കറിയില്ല. താൻ അവിടെ എന്താ കാട്ടണേ? എനിക്ക് ഈ സാധനം ഒന്നും വയറ്റി പിടിക്കില്ല. 2 ഉള്ളി, ഒരു പച്ചമുളക്, ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ സംഗതി കുശാല. ആ നിലത്തൊക്കെ ഇരുന്ന് തനിക്കിവിടെ വൃത്തിയിലോട്ട് ഇരുന്നൂടെ? എനിക്കിതാ ശീലം. പട്ട് സാർ കുറച്ചുകൂടി മതിയോടോ? നല്ല 1-ാം തരം ചൈനീസാ. ഛർദിക്കാൻ വെറുതെ. ഈ വയ്യാത്ത സമയത്ത് വല്ല കഞ്ഞിയും കുടിക്കുന്നതാ നല്ലത്. ആര് പറഞ്ഞു വയ്യാന്ന്?
ഇത് എന്നാ ഇത്? ഞങ്ങളുടെ ഇവിടെ ഇതിന് നാടവരെ എന്നാ പറയുന്നത്. നമ്മളൊരു ഗ്രൂപ്പായി നിന്നാൽ 1 ലക്ഷം രൂപ കോട്ട് ചെയ്യാം. ലക്ഷം ഒന്ന് കയ്യിലിരിക്കും. അതിന് എഞ്ചിനീയറിന് കൊടുക്കണ്ടേ? അത് ശരിയാ. ഇല്ലെങ്കിൽ പിന്നെ അയാളുടെ ഡ്രൈവർ എന്റെ വീട്ടിൽ നിന്ന് മാറൂല. എഞ്ചിനീയർക്ക് കൊടുക്കലൊക്കെ പിന്നത്തെ കാര്യ. മൂവാറ്റുപുഴ കുഞ്ഞാമൽക്ക വരണോണ്ടെന്നാ കേട്ടത്. അയാൾ വന്നാൽ ചുരുങ്ങിയത് 1 ലക്ഷം രൂപയ്ക്കെങ്കിലും എഴുതി കൊടുക്കും. പിന്നെ നമുക്ക് കിട്ടുമോ? നമ്മൾ അയാളോട് നമ്മളെ യൂണിയനിൽ ചേരാൻ പറയണം. അത് ശരിയാ. അതൊന്നും വേണ്ടെന്നേ. അയാൾ വന്ന ഒരു 5000 രൂപ കയ്യിൽ വെച്ച് കൊടുത്തേക്കണം. പിന്നെ തലവേദന ഇല്ലല്ലോ. പക്ഷെ അതിൽ ഒതുങ്ങുന്ന സംശയം. അതിന് ആളെ കണ്ടറിയില്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഈ ടെൻഡർ ഫോം എവിടെ കിട്ടും? ആരാ എവിടുന്നാ? ആരാ എവിടെന്നാന്നൊക്കെ അറിഞ്ഞാലേ ഫോം കിട്ടുള്ളൂ. അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. മൂവാറ്റുപുഴയെന്ന്. പേരെന്താ? കുഞ്ഞാമത്. മൂവാറ്റുപുഴ കുഞ്ഞാമത് കാന്ന് പറയും. വരട്ടെ. കുഞ്ഞാമത് കാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എനിക്ക് വേറൊരു ടെൻഡർ ഉണ്ട് അഴക്കൂട്ടത്ത്. കുറച്ചുകൂടെ വലിയ എമൗണ്ടിന്റെ. അതുകൊണ്ട് മാത്രമേ ഇപ്പൊ സമ്മതിച്ചെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ കാശ് ഒതുക്കി ഇരിക്കട്ടെ. ഇതൊരു സ്ഥിരം ശീലം. വരട്ടെ. ഓക്കെ. ഈശ്വര. വണ്ടി കയറോ? ഞാൻ ഡീസൽ അടിച്ചിട്ട് വരാം. ഒരു 10 അടിച്ചേക്ക്. ഇതാരാ? അയ്യോ, അറിഞ്ഞൂടെ? അതല്ലേ മൂവാറ്റുപുഴ കുഞ്ഞാതിക്ക. അപ്പൊ അതാരാ? ഞാൻ സരസൻ, ടെൻഡർ സരസൻ. നിങ്ങൾ സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു കള്ളനാണ്. പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണ്. ഈ പെട്ടി നിറയെ ഡയമണ്ട്സ് ആണ്. എന്റെ ഒരു ആയുസിന്റെ മുഴുവൻ സമ്പാദ്യമാണ്. കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. ഞാൻ അടുത്ത വെനസ്ഡേ വന്നെടുത്തോളാം. ഇവിടെ പറ്റില്ല. ഇതിന്റെ 25% നിങ്ങൾക്ക് എടുക്കാം. 50%. 75% തരാൻ പറ്റുമോ? 62% തരാം. പ്ലീസ് സൂക്ഷിച്ചു വെക്കൂ. വിശ്വാസവഞ്ചന ചെയ്യരുത്. ചേട്ടന്മാർ വിശ്വാസവഞ്ചന കാണിക്കൂല. മണ്ടൻ. ഭഗവാൻ ഭഗവാൻ ഇതിൽ നിന്നും ഒന്നും അവന് തിരിച്ചു കൊടുക്കാൻ. അത് തന്നെ ഞാനും വിചാരിക്കണു. നിങ്ങൾ പോയില്ലേ? എന്റെ സമ്പാദ്യം സേഠ്ജിയുടെ സേഫിൽ സേഫ് ആണോന്ന് അറിയാൻ നിന്നതാ. നല്ല സേഫാ. എന്താ സൈറൻ? എന്റെ ഭാര്യ വിളിച്ചു കൊന്നു. അയ്യോ, ഡയമണ്ട്സോ? എന്താണ് സാധനം? എനിക്കറിയില്ല. എനിക്കും അറിവുള്ള സാർ. സത്യമായിട്ട് പെട്ടിയോ ഡയമണ്ട്സോ ഒന്നും ഇയാൾ ഞങ്ങളെ തന്നിട്ടില്ല സാർ. അപ്പൊ എനിക്ക് മനസ്സിലായി. I will shoot you. അയ്യോ വേണ്ട, ഞാനത് സേഠ്ജിയുടെ കൊടുത്തു. അത് ശരി. എവിടെയാ അത് വെച്ചിരിക്കുന്നത്? മേളിലുള്ള പൂജാമുറിയിലെ സേഫ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പറയാത്തതുകൊണ്ട് കാര്യമില്ല. സേഠ്ജി വെടി പൊട്ടും. ഇത് പോക്കറ്റിലിരിക്കട്ടെ. സോറി സേഠ്ജി, നിങ്ങളുടെ പണവും ആഭരണങ്ങളും കൂടി ഞാൻ കൊണ്ടുപോവുകയാണ്. നാളെ രാവിലെ സ്റ്റേഷനിൽ വന്ന പ്രോപ്പർ റെക്കോർഡ്സും പൊസഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ ഞാൻ അത് തിരിച്ചു തരുന്നതാണ്. നടക്കണം സ്റ്റേഷനിലേക്ക്. You don't move. Be there. Come on. വീടിപ്പടാ. നടക്കണം. ഒരു മിനിറ്റ്. എന്താ? സീരിയൽ എന്ന് തുടങ്ങാം. ഈ നേരത്താണോടാ മണ്ട? മണ്ടന്മാർക്ക് ഇതേപോലെ പോലീസ് സ്റ്റേഷൻ കിടക്കാൻ പറ്റൂല. എന്തൊരു ന്യൂസൻസാ. വാട്ട് ദ ഹെൽ?
റേഡിയോ ഓഫ് ചെയ്യും എന്നിട്ട് അയാളുടെ വോളിയം ഒന്ന് കുറയ്ക്കാൻ പറ. ഓമനമാരോട് ഒന്ന് മുങ്ങി കുടിക്കാനില്ല നന്നായിരുന്നേ. അതെന്നെ പണിയാ കാണിച്ചേ. എന്റെ റേഡിയോക്ക് എല്ലാങ്ങനെയും പറ്റിയില്ലെങ്കിലാ പറ്റിയോ? ഒന്നും പറ്റിയില്ല, പാട്ട് നിന്ന്. What is this? This is a ബീഡിക്കുട്ടി, this is a പട്ടി, this is a വീപ്പ. ഇവിടെ കുളിക്കരുത്. പിന്നെ ഇവിടെയുള്ളവരെ പോലെ കുളിക്കാതെ സെന്റും മൂഴ്ച നടക്കാൻ എന്നാ കിട്ടത്തില്ല. Who are you? What? C4 മേനോ സാറിന്റെ മൈക്കാ. ഇനിയിപ്പോ മൈക്ക് കൂടി വേണോ? അയാളുടെ പേരാ. ആരായാലും ഈ കോമ്പൗണ്ടിൽ ബീഡി വലി ഞാൻ അലൗ ചെയ്യില്ല. പിന്നെ തന്റെ ഈ ഉണക്ക റേഡിയോ കൊണ്ടുപോയി കളയണം. എന്റെ റേഡിയോനെ കുറ്റം പറഞ്ഞുണ്ടല്ലോ, തന്റെ ഉണക്കപ്പെട്ടിനെ കൊണ്ടേ കളയണോ? എന്റെ ജർമ്മൻ ഷെപ്പേർഡിനെ പട്ടിന്ന് വിളിക്കണോ? എന്നാ പിന്നെ പട്ടിയെ സെക്രട്ടറി വിളിക്കാം. ഓ ജൂഡി, ജൂഡി, ഇവിടെ അസോസിയേഷൻ പാസ്സാക്കിയ 10 റൂൾസ് ഉണ്ട്. ഈ കോമ്പൗണ്ടിൽ പുകവലി പാടില്ല, ശുചിത്വം പാലിക്കണം, ശബ്ദ മലിനീകരണം പാടില്ല, ശബ്ദ മലിനീകരണം പാടില്ല, അനാവശ്യമായി മറ്റുള്ളവരുടെ ഫ്ളാറ്റുകളിൽ കയറി ചെല്ലുക, പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുക. ആദ്യം ആ ദുരിതം പിടിച്ച പ്ലേ സ്കൂൾ ഇവിടെ നിന്ന് മാറ്റണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ ഫ്ലാറ്റ് കെട്ടുന്നതിന് മുമ്പേ ഞങ്ങൾ പെർമിഷൻ വാങ്ങിയതാ. സെക്രട്ടറിയുടെ പണി നോക്കുന്നത്. ഭാര്യ ജർമ്മനിയിലാണെന്ന് കരുതിയേ ഞങ്ങളുടെ തലയിൽ കയറണ്ട. ഇത്രയും തലതെറിച്ച പിള്ളേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട്. ആ കുട്ടിത്തെ വാങ്ങാണ് ഇതിനെല്ലാം കാരണം. അതിനെ വല്ല കൗൺസിലിങ്ങിനും വിധേയാക്കണം. ഞങ്ങളുടെ ജർമ്മനിയിൽ അതാണ് പതിവ്. പിള്ളേര് കുർത്തക്കേട് കാണിക്കുന്നതിന് എന്റെ കൊച്ചിനെ കുറ്റം പറയണ്ട. കണ്ടോ അവനവന്റെ കാര്യം വന്നപ്പോ there are no rules and regulations. സഞ്ജയ് നോക്കട്ടെ. സഞ്ജയൊക്കെ നോക്കി മേടിച്ചാണ് പോയി. നിക്കാൻ പറയുമ്പോഴൊക്കെ ഞാൻ നിന്റെ വേലക്കാരനാ. എന്റെ മീറ്റർ ഇയാളെന്റെ മീറ്റർ അടിച്ചു മാറ്റി. പാവപ്പെട്ട ഓട്ടോക്കാരുടെ മീറ്റർ നീ അടിച്ചു മാറ്റുമല്ലടാ. കൊടുക്ക സഞ്ജിന്ന് പിള്ളേർക്ക് കൊടുക്ക. മീറ്റർ കൊണ്ടായി തിന്ന്. നാണമില്ലടാ, തനിക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ? അതൊക്കെ പോട്ടെ, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. ഒരിക്കലും നമ്മൾ അന്യരുടെ മുതൽ ആഗ്രഹിക്കാനേ പാടില്ല. മോഷ്ടിക്കാൻ എളുപ്പമാണ്, മോഷ്ടിക്കാതിരിക്കാനാ ബുദ്ധിമുട്ട്. മനസ്സിലായില്ലേ? നമ്മളൊരു കുറ്റം ചെയ്തതിന്റെ പേരിൽ ഒരാൾ നമ്മളെ തിരക്കി നമ്മളെ പുറകെ വരാൻ പാടില്ല. മനസ്സിലായില്ലേ? രാവിലെ തുടങ്ങിയ ഇപ്പൊ തുടങ്ങിയുള്ളൂ. താറാമഞ്ചേട്ടത്തി ഒരു ബോംബ് നോക്കട്ടെ. ഒന്ന് ബഹളം വെക്കാൻ നിക്കണ യക്കന്മാരെ. എന്തോ ചെയ്യ നിങ്ങളെ കൊണ്ട്. അപ്പൊ കൊട്ടോടി മാത്രമല്ല, താറാമച്ചേടത്തി ബോംബ് ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലേ? അതേടാ, നിന്റെ ഒക്കെ തലതൊട്ടപ്പന്റെ തല കളയാൻ. എന്തിനാടാ വടി കൊടുത്ത് അടി മേടിക്കുന്നത്? ചേട്ടത്തി ഒരു 100 എടുത്തേ. ആ മക്കളെ ഒരു ഗ്ലാസ് വെള്ളം. അല്ലോ എന്തൊരു ചൂട്. വേഗം താഴെ. ആ കൊണ്ടുവരുന്നു. എന്തോ തീവെള്ളം 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 തൊണ്ടരിച്ചില്ലേ? ചില്ലിച്ചില്ലേ? തൊണ്ടരിച്ചില്ലേ? അല്ലോ എന്താ അല്ലോ തൊണ്ടരിച്ചില്ല. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചേ? വെള്ളം എനിക്ക് സാധനം മുസ്ലിയാർക്കും കൊടുത്താ? അല്ലാണ് സത്യം പറ, ഇത് എന്ത് വെള്ളാണ്? അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും. അല്ലെങ്കിൽ സ്വഭാവം മാറും. 2 മിനിറ്റ് കഴിയട്ടെ. അത് ശരി. അപ്പൊ കള്ളു കച്ചവടാണല്ലേ? സർക്കാർ ചാരാമ്മയുടെ ഉപ്പാപ്പനെ കൊണ്ട് നമ്മൾ സർക്കാർ സാറേ ശരിക്കും നിനക്ക് അറിയില്ല. അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റി നോക്കിക്കോ നീ. ആ അയ്യോ ചാമ്പി പോലീസ് കോഴിവാസം അടി. നീ വേഗം പോയി കുളിക്കടി.
കല്ലോടും വല്ലും വെച്ച് മറന്നോ? നോക്ക്, നല്ലോണം നോക്ക്. അയ്യോ, അങ്ങനെ നോക്കല്ലേ സാറേ. സാറാമ്മ പേടിച്ചു പോയില്ലേ? സാറേ ഇരിക്കട്ടെ. ചായ ചായ ചായ. എന്റെ ചായ ഇത്ര കുടിച്ചാ മതി. നീലഗിരി ചായ പൊടിയ. അല്ലെങ്കിൽ ഈ പോലീസുകാരന്മാരെ ഉള്ളിലുള്ള മൂത്ത് കാണിക്കും. തലയിൽ വെള്ളം താഴണ്ട. ആവൂ, തപ്പിട്ടൊന്നും കിട്ടിയില്ല അല്ലേ? സാരമില്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടുമെന്നറിയാം. ഓക്കെ, ആരെ നിൽക്കണേലും ഇതൊക്കെ പതിവല്ലേ, നിങ്ങളിരുന്ന് കഴിക്കേ. ഇതാരാണ് സാധനം എന്നറിയോ? ആരാണ്? എവിടെ എന്റെ പൊന്നോമന മക്കൾ? മക്കളെ, മക്കളെ, ഞാൻ വന്നടാ. മിസ്റ്റർ മണികണ്ഠൻ, എല്ലാം കെട്ടിപ്പറകിപ്പോ റെഡി ആയിക്കോ. ഇപ്പൊ നിന്റെ മുന്നിലൂടെ ഓടിപ്പോയ ആളാണെന്നറിയോ? അതാണ് സുവാസു, ഹെഡ് കീപ്പർ. അയാളൊന്ന് ജോയിൻ ചെയ്യും, നിന്റെ ജോലി തെറിക്കുകയും ചെയ്യും. സുവാസേട്ടൻ മോനെ, എന്റെ മോനെ. ഓ, എന്റെ കളിക്കൂട്ടുകാരാ, നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. ഏത് തെണ്ടിയാടാ നിന്റെ പട്ടിണി കിട്ടത്? പറ, അവനെ പിടിച്ച് ഞാൻ നിനക്ക് തിന്നാനിട്ട് തരാം. വാസുട്ടൻ അല്ല, സുവാസു. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും സുവാസു. ഞാൻ ചേട്ടനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടു? നല്ലതോ ചീത്തയോ? നല്ലത്. എങ്കിൽ ശരിയാണ്. നീ ആരാണ്? മണികണ്ഠൻ. സുവാസു. അതെ, എന്റെ ലീവ് വേക്കൻസി കയറിയിട്ട് എന്റെ കുഞ്ഞുങ്ങളെ പൊട്ടണിക്കിട്ട് നായിന്റെ മോ. നായ് വേണ്ട, നായ് നന്ദിയുള്ളതാ. മനുഷ്യന്റെ മോനെ. ചേട്ടൻ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരക്ഷരം സംസാരിക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും. നിന്നെ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കും. ചേട്ടാ, ചേട്ടന് മൃഗഭാഷ അറിയാവുന്നല്ല. അവറ്റോട് ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ പൊന്നോമിനെ കുഞ്ഞുങ്ങളെ അവറ്റകളെന്ന് വിളിച്ചോ. എനിക്കിപ്പൊ തന്നെ ജോയിൻ ചെയ്യും. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ പെർമനന്റ് ആവും. നിന്നെ ഒരു നിമിഷം വെച്ചേക്കില്ല. വാസുവേട്ടാ, ഞാനല്ല, അവനാ. സുവാസുവേട്ടാ, ഇവന്റെ മുതലക്കണ്ണി കണ്ടു നിൽക്കാൻ ജോയിൻ ചെയ്യും. സുവാസേട്ടൻ പോയി ജോയിൻ ചെയ്യും. ഇവരെ ഞങ്ങൾ നോക്കണം. സൂപ്രണ്ട് സാർ, എനിക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യണം. ഇതാ ആപ്ലിക്കേഷൻ ഫോം. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ ഈ ഇരുമ്പ് കൂട്ടിക്കിടന്ന് പട്ടിണി കൊണ്ട് പൊരിഞ്ഞ് പിടഞ്ഞ് 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 മരിക്കും. എനിക്ക് പകരം വന്ന ആ ദുഷ്ടനെ സാർ ഉടനെ പറഞ്ഞു വിടണം. ക്രൂരനാവൻ, ക്രൂരൻ. പൊട്ടിച്ചിരിക്കാതെ നിയമം നടപ്പിലാക്കൂ സാർ. തന്നെ ആരാ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആ രാജപ്പന് ഫിലിപ്പോസും ഇല്ലായിരുന്നേ ഞാൻ ഒന്നും അറിയില്ലായിരുന്നു. എങ്കിൽ കേട്ടോ, മണികണ്ഠൻ മിടുമിടുക്കനാ, മൃഗസ്നേഹിയാ. ഇറച്ചി മറച്ചു വിൽക്കാൻ ശ്രമിച്ച ഫിലിപ്പോസിനെ കയ്യോടെ പിടിച്ചെന്നവനാ അവൻ. സത്യമാണോ സാർ? അതേടോ, ആ കൂട്ടിൽ കിടക്കുന്ന സിംഹവാലൻ കുരങ്ങാണ് സത്യം. വിശ്വാസമായിരിക്കും. ഇതിലും വലിയൊരു സത്യം എനിക്ക് കേൾക്കാനില്ല. വാസുവേട്ടൻ സത്യം അറിഞ്ഞടാ. കോപ്പറഞ്ഞു. സുവാസുവേട്ടാ, സൂപ്രണ്ട് പറഞ്ഞു ഒന്നും വിശ്വസിക്കരുത്. ഇല്ല, വിശ്വസിക്കില്ല. നിന്നെ ഒരിക്കലും. നിന്നെ കൂടി തല്ലി എന്റെ എനർജി വേസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ തല്ല് നിനക്കും കൂടി കിട്ടിയതായിട്ട് കരുതിക്കോ. മണികണ്ഠ, നമ്മളിൽ ഒരിക്കലും വേർപിരിയാൻ പോകുന്നത് സയാമീസ് ഇരട്ടകൾ. ആ മെന്റൽ സുവാസ് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞ് മണികണ്ഠന് ജോലിയൊന്നും പോവില്ല. മണികണ്ഠനെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഡയറക്ടർക്ക് എഴുതിയിട്ടുണ്ട്. അയ്യോ, എന്റെ പള്ളി ഇതിന്റെ അകത്താന്നോ? വല്ല ഭൂകമ്പം വന്ന ഓടി പോലും കിട്ടത്തില്ലല്ലോ. ഇതാണ് ഫ്ലാറ്റ്. ഫ്ലാറ്റോ? ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളം ഒടിച്ച് വഴി കിടക്കുന്നതിനാ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഒന്ന് മിണ്ടാണ്ടിരിക്കുക. വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത്. സോ വാച്ച് യുവർ വേർഡ്സ്. മനസ്സിലായില്ലേ? ഓവ ഓവ. ഞാൻ കോണിപ്പടി അറിയാൻ നോക്കോളാം. സാർ എത്തേണ്ടതിന് മുമ്പ് ഞാൻ എത്തും. എന്നാ താനും കൂടി ചെല്ലുക. ഞങ്ങളെ മല കയറുന്ന ഇതൊക്കെ പുല്ല. മല കയറി ഒന്ന് പതുക്കെ. കരുതി കയറി.
നിന്റെ അപ്പം വന്ന് ഈ മണി അടിക്കല്ല. നീ കേറി പോര്, അവിടെ വരെ നിൽക്കണ്ട. ഞാനല്ലേ പഴത്ത് ഇതിലേതായിപ്പോ നമ്മള് ആ കേട്ടി എവിടെ? വരുന്നേ ഉള്ളൂ. വായി പദവത് കാണും. നീ എന്തിനാ പോത്തെ ആ കിളവന്റെ മണി അടിച്ചത്? വൃത്തികളെ പറയുന്നത്. അയ്യോ, ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. വരും. എന്റെ സാധനങ്ങൾ ഇവിടെ വെച്ചോളൂ. വൃത്തിയായിട്ട് സൂക്ഷിക്കുക. സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഈ പെട്ടിക്കകത്ത് എങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ? ഞാൻ വല്ല വരാന്തേനും കിടന്നു. സാറേ ഒരു കള്ള ലക്ഷണമില്ലേ? ആർക്ക്? തനിക്കോ? എനിക്കല്ല, അവന്റെ മുഖത്ത്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലോ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇതിന് നിൽക്കുവോ? താൻ പോയി കഴിക്കാൻ വലുതും. ആദ്യം അയാൾക്ക് എന്താ വെച്ചാ ചോദിക്കുക. എടാ പോത്തെ, നിനക്കെന്താ കൊലച്ചോറ് വേണ്ടേ? അവനെവിടെ പോയി? ദേ സാറേ, നിന്ന നിപ്പിൽ അവനെ കാണാനില്ല. ഇവിടെ ഇവിടെ എത്രയായി? 15. ആ കട പൂട്ടി കിടക്കുന്നല്ലോ. ചേട്ടച്ചാരുടെ വെടി തീർന്നോ? കൊച്ചച്ഛൻ അടുത്ത കാലത്തൊന്നും ലീവ് കിട്ടില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നഗരം ലീവ് എഴുതി തന്നു സീതമോളെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, എന്നിട്ട് വരാഞ്ഞ എന്താ? ഇതാര് രാഘവേട്ടനോ? എന്താ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പോയില്ലേ, എല്ലാം പോയില്ലേ. നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ? എന്റെ ഏക ചേട്ടാ, ചേട്ടനെങ്കിലും ഒരു വാക്ക് പറയാറുന്നില്ലേ? അതൊക്കെ പോട്ടെ, ഈ വീടിന്റെ ആധാരവും പ്രമാണവും ഒക്കെ എവിടെ ഇരിക്കുന്നേ? എന്ത്? ഈ വീടിന്റെ ആധാരവും പ്രമാണവും ഒക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയൂ. രാഘവ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നമ്മൾ രണ്ടാളും ഒരച്ഛന്റെ മക്കളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുകൊണ്ട് മൂടിക്കോ. പൊടി കഷ്ടം, വെറുതെ ആശിച്ചു. ഈ ഫോട്ടോ പരിപാടി നിന്റെയാണോ? അത് ഞങ്ങളുടെ കോളേജിലെ നാടകമാ. അതിന്റെ റിഹേഴ്സലിന് വേണ്ടി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചതാ. എന്താ നാടകത്തിന്റെ പേര്? തട്ടിപ്പും വെട്ടിപ്പും. നല്ല പേര്. ആ നാടകം കഴിഞ്ഞ് ഫോട്ടോ ഇനി ഭദ്രമായിട്ട് കൊണ്ടുവരണം. മിക്കവാറും ഉടനെ ഇവിടെ ആവശ്യം വരും. നീ മാറി. കൊച്ചച്ച അഭിനയം കലക്കേട്ടാ. ഇങ്ങനെ അഭിനയിച്ചിട്ട് തന്നെ എന്നെ നിലം തൊടിയിക്കുന്നില്ല. നിന്റെ അച്ഛനും അച്ഛന്റെ രണ്ടാം വേളയും കൂടി എന്നെ ഇവിടുന്ന് കെട്ടിച്ചില്ലേ? ഏതായാലും ഇനി കുറച്ച് ദിവസം ഞാനിവിടെ കാണും. എനിക്ക് കുറച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യാനുണ്ട്. കുറച്ച് ദിവസം, കുറച്ച് മണിക്കൂർ കൊച്ചച്ഛന് ഇവിടെ ഇരിക്കില്ല. ആഹാ, അത്രത്തോളം ആയോ നിന്റെ ചിറ്റമ്മ? മിക്കവാറും അവര് നിന്നെ ഇവിടുന്ന് വാഴ്ത്തലാക്കും. ചിറ്റമ്മ കേക്കണ്ട. പിന്നെ ആ ചായക്കട നടത്തിയിരുന്ന മോഹനുമായി ഭയങ്കര അടുപ്പത്തിലായിരുന്നു. ചുമ്മാതല്ല അവന്റെ കട പൂട്ടിയത്. പൂട്ടിയതല്ല, അച്ഛൻ പൂട്ടിച്ചതാ. ഒരു ദിവസം നോക്കുമ്പോ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഭയങ്കര സല്ലാപം. അച്ഛൻ കണ്ട് കയ്യോടെ പിടിച്ചു. മോഹന് ശരിക്കും തല്ലിയിട്ടി. ഇപ്പൊ ആശുപത്രിയില്ല. എന്ത് നല്ല കച്ചവടായിരുന്നു. ആ ചിറ്റമ്മയെല്ലാം നശിപ്പിച്ചത്. കൊച്ചച്ഛനൊരു കൈ നോക്കിക്കൂടെ? ആര്? നിന്റെ ചിറ്റമ്മയോ? എന്നിട്ട് വേണം നിന്റെ അച്ഛൻ ആ മോഹന്റെ അടുത്ത് പെരുമാറുമല്ലോ എന്നെ പെരുമാറി ആശുപത്രിയുള്ള കല്ലടി പൊടി. അയ്യോ അതല്ല, ചായക്കട നടത്തുന്ന കാര്യോ പറഞ്ഞ്. ചായക്കട
मेरे सपनंग रानी कब आएगी तू आए रुत मस्त चानी कब आएगी तू ईद जाए सिंध चानी कब आएगी तू चलिया रात चलिया प्यार की What is this? Sound pollution? बाहोंगे चलिया सब रंग പോകാൻ പറ്റേ ഇത് തന്നെയല്ലേ വിളാട്ടെ? മേലോട്ട് നോക്കരുത്, തലയിളകും. ഇതിൽ കൂടുതൽ ഇനി എന്ത് ഇളകണം? വാച്ച്മാനെ, നമ്മുടെ സെക്രട്ടറിയെ കണ്ടായിരുന്നോ? ഒരു വീഡിയോ കളിച്ചോട്ടെ എന്ന് ചോദിക്കാനാ. എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലോടാ? അയ്യോടാ, താഴ്ന്നു നിൽക്കുന്നു. ഇതിലും വലുത് എന്തോ വരായിരുന്നതാ, കർത്താവ് തുണച്ചു. ഓടിയിലിളകിയിരിക്കുക, ഇല്ല തന്തയ്ക്ക് വിളിച്ചേനെ. വിളിച്ചിരുന്നേ പല്ലും കൂടെ പോയേനെ. ഇതിന്റെ ചെലവ് എന്റെ വക. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. സാധാരണ സംഭവമല്ലേ. ജനറേറ്റർ കോയില് കത്തിപ്പോയി. എന്റെ കർത്താവേ, കണ്ടോ? പിടിച്ചു, പേടിപ്പിച്ച് കളഞ്ഞോളാം. നീ അങ്ങോട്ട് പോയി നോക്കാം, ഞാൻ ഇങ്ങോട്ട് പോയി നോക്കാം. എന്റെ പണി പോകുമല്ലോ. ഈ ലോറിയുടെ അടി കാണുമോ? ഇല്ല. മദ്രാസ് മെയിൽ എത്ര മണിക്കാ? 2 മണി. ഭാഗ്യം, ആ വണ്ടിയിൽ പോയിണ്ടാവില്ല. ആര്? കരടി. ഇനി കരടിയെ കണ്ടോന്ന് ആരോട് എങ്ങനൊന്ന് ചോദിക്കാൻ പറ്റും? അതിനൊരു വഴിയുണ്ട്. ഇവരോട് ചോദിക്കാം. ചേട്ടാ, ഇതൊരു കറുത്ത പണ്ടാറിന്റെ ഇങ്ങനെ നടന്നിട്ട് ഇതുവഴി പോണോ? ഭ്രാന്തന്മാരാ പോണോ? അതും 2 കരടികളാ. മലേഷ്യ. കരടിയാണെന്ന് കരുതി അടിച്ചതാ. ഇത് മഴപ്പൂർവ്വ. എന്റെ ഏതോ നാടകം കണ്ട് എന്നോട് പ്രതികാരം തീർക്കാൻ വന്നല്ലേ നിങ്ങൾ? നാടകക്കാരനെ അഭിനയിക്കുക അല്ല, മേക്കപ്പ് മാൻ, വിശ്വപ്രസിദ്ധനായ മേക്കപ്പ് മാൻ.
സുന്ദരൻ ആർപ്പൂക്കര. നിങ്ങളോ? ഞങ്ങൾ നാളെ രാവിലെ പ്രസിദ്ധരാകും. കരടി ചാടിപ്പോയ കുറ്റത്തിന് കുറ്റവാളികളാണല്ലേ? അകത്തേരിക്കാം. കുറ്റവാളികൾക്കൊക്കെ ഇപ്പൊ എന്താ സ്വീകരണം? കാരണമാര് പറഞ്ഞു കേട്ടല്ലേ? ഇല്ല. കട്ടവന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുകയാണ്. അതാ എത്രയ്ക്ക് സ്വീകരണം. വരൂ, അകത്തേരിക്കാം. കരടിയെ നോക്കി നോക്കി കണ്ണുതേ ഈ പരുവത്തിലായി. ഇനി ആ കരടി എവിടെ പോയി തിരക്കും ഈശ്വര? കൊറേ നേരമായല്ലോ നിങ്ങൾ ഈ കരടി. ആരാ കരടി? ഞാനാ. കരടി തന്നെ, നിങ്ങൾ തന്നെ. ഞങ്ങൾക്ക് ജോലി കാഴ്ച ബംഗ്ലാവിലാ. ഇന്ന് രാവിലെ ഞങ്ങളുടെ നോട്ടപ്പശു കൊണ്ട് ഒരു കരടി കൂട്ടിന്ന് നാട്ടിലേക്ക് ഇറങ്ങി ഹാപ്പി ആയിട്ട് പോയി. നാളെ ഇൻസ്പെക്ഷൻ ഡോക്ടർ വന്ന് എല്ലാ മൃഗങ്ങളെയും ചെക്ക് ചെയ്യും. ഈ കരടിയെ കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടാളിൽ പെടലി പോവും ചേട്ടാ. ഞങ്ങൾ രണ്ടും ജെപിയോ? ജമ്മം പാഴ് JP. ഓഹോ, നാളെ ഡോക്ടർ വരുമ്പോ കരടിയെ കൂട്ടി കാണണം, അത്രയല്ലേ ഉള്ളൂ? അതെ അതെ. പക്ഷെ കരടി എവിടുന്ന് കിട്ടും? വഴിയുണ്ട്. ഒരുപാട് നാടകങ്ങളിൽ പല പല മൃഗങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ള ഈ മേക്കപ്പ് മാൻ സുന്ദരൻ ആർപ്പൂക്കരയ്ക്ക് ഒരു കരടിയെ ഉണ്ടാക്കാൻ ഒരു പ്രശ്നവുമില്ല. ഒരു കുഞ്ഞു പോലും തിരിച്ചറിയാത്ത വിധത്തിൽ നിങ്ങളിൽ ഒരാളെ ഞാൻ കരടിയാക്കി തരാം. അങ്ങനെയാണെങ്കിൽ സുഖസേട്ടനായാ മതി. പോയ കരടി തിരിച്ചു വരുന്നവരെ മതി. മൃഗഭാഷയെ എനിക്കറിയാവൂ. മൃഗചേഷ്ടകളിൽ മിടുക്കൻ നീയാണ്. നീ കരടിയായ എങ്കിൽ നീ മതി. നീയാണെങ്കിൽ എനിക്ക് മേക്കപ്പ് കുറച്ച് മതി. ബട്ട് വൺ കണ്ടീഷൻ, എനിക്ക് പ്രതിഫലം വേണം. അതെ, ഒരു ബോട്ടിൽ കനാൽ പെരുകി മതിയോ? എനിക്ക് പണമായിട്ട് വേണം. എത്ര വേണ്ടത്? 5000 രൂപ. 5000 രൂപ? അതിന് കൂടുതൽ ഒരു 500. ഒരു 500 രൂപ മതി. 500 ഉലുവ. അതിൽ കുറച്ച് കരടിയെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. ശരി പ്ലീസ്. ശരി, സമ്മതിച്ചു. 5000 രൂപ. ഇവനെ വേഗം ഒന്ന് കരടിയാക്കിത്താ. കൂട്ടിന്ന ജന്തുവിനെ തുറന്നു വിട്ട പോലെ അത്ര ഈസി അല്ല ഒരു കരടി ഉണ്ടാക്കാൻ. സ്വല്പം പണിയുണ്ട്. ഇതെന്താണെന്നറിയോ? ഇല്ല. പശ സ്ട്രോങ്ങാ, ഫോറിനാ. ഇതാണ് ഹെയർ. മലയാളത്തിൽ പൂടാന്നും പറയും. തമിഴിൽ എന്ത് പറയും? തമിഴ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ആ കൈ കിട്ടേ. ഈ പശ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഈ പൂട അടുപ്പിച്ചുകൊണ്ട് ഒട്ടിച്ചാൽ ഒരുത്തനും അത് പറിച്ചെടുക്കാൻ പറ്റില്ല. അയ്യോ, ഇത് പിന്നെ എങ്ങനെ ഇളക്കി മാറ്റാം? അതിനല്ലേ ഈ റിമൂവർ. ഇതൊഴിച്ച് പറിച്ചെടുത്താലേ പറഞ്ഞു പോരൂ. ഇതും ഫോറിനാ. അത് കൊള്ളാം. ജാടയടിക്കാതെ പശ വെച്ച് പൂട ഒട്ടിക്കാൻ നോക്കുതാൻ. ഇയാളൊന്ന് പുറത്തിറങ്ങുന്നേ. ഈ പണി ഞാൻ നോക്കിക്കോളാം. താൻ അല്ല ഇങ്ങോട്ടാ, താൻ അകത്ത് പോ. ഞാനൊന്ന് കണ്ടോട്ടെ. ഒളിഞ്ഞു കാണാം. നീ ഡ്രസ്സൊക്കെ അയച്ചൊന്ന് റെഡിയാവും. കരടിപ്പണി കഴിഞ്ഞോ? അകത്ത് നിന്ന് നോക്ക്. പണിയണ്ടാ. അയ്യോ, പേടിക്കേണ്ടത് ഞാനാ. എങ്ങനെയുണ്ട് പന്റെ വേഷം? ഇപ്പൊ നിന്നെ കണ്ട ഒറിജിനൽ കരടി തോറ്റു. ഞാനല്ലേ ചെയ്തത്. അല്ല,
ബാത്ത് അറ്റാച്ച്ഡ് ആണോ? മനസ്സിലായില്ല. 1-നും 2-നുള്ള സൗകര്യങ്ങൾ ഇട്ടിട്ടുണ്ടോന്ന്? 1-നും 2-നും 3-നുള്ള എല്ലാ ഹോൾസും ഞാൻ ഞാൻ ധന്യനായി. എന്തെങ്കിലും പൊക്കോട്ടെ. പിന്നെ രോമം കളയാനുള്ള റിമൂവർ തന്നാലേ ഞങ്ങൾക്ക്. എന്റെ കാശ് തന്നാ റിമൂവർ തരാം. രൂപ ഇപ്പോഴില്ല, പിന്നെ തരാന്നേ. പണിയെടുപ്പിച്ചിട്ട് കാശില്ലെന്നോ? എന്റെ ശമ്പള കുടിശ്ശിക വരുത്തിട്ടാ ഈ കലാകേരളം നാടക കമ്പനി തന്നെ ഞാൻ പൂട്ടിച്ചത്. കടുപിടുത്തം പിടിക്കരുതേ അറപ്പോ. പെട്ടെന്ന് ഇത്രയും കാശ് ചോദിച്ചാൽ ഇവിടെ നിർത്തി തരാൻ പറ്റും. ഒരു അവധി ഏത് തണ്ടി കൊടുക്കും? എങ്കിലൊരു കാര്യം ചെയ്യാം, ഈ റിമൂവർ എന്റെ കയ്യിലിരിക്കട്ടെ. തനി രൂപം കാണണമെന്ന് തോന്നിയാൽ 5000 രൂപ ആയിട്ട് എന്റെ അടുത്ത് വാ. ഇത് ഞാൻ ശരിയാക്കി തരാം. തൽക്കാലം ഈ പുതപ്പ് നിർത്തോട്ടെ. എന്തിനാ? കാഴ്ച ബംഗ്ലാവ് വരെ ഇവനെ പൊതിഞ്ഞുകൊണ്ട് പോവാനാ. ഇവിടെ ഇനി നിന്നെ ഞാൻ എങ്ങനെ കാഴ്ച ബംഗ്ലാവിൽ എത്തിക്കും? എത്രയായി? 80. എന്തോ 80. ഈ മീറ്റർ കൊടുക്കുന്നോ? എന്തിനാ? അല്ല, നിങ്ങളോ യൂസ് ചെയ്യുന്നില്ല. വീട്ടിൽ കൊണ്ട് കിഡ്സിന് കളിക്കാനെങ്കിലും കൊടുക്കാലോ. ഓ, കോമഡിയാ? അല്ല, പൊതുജനങ്ങളുടെ ട്രാജഡിയാ. എന്താ പേര്? ടക്കിട്ടു. കക്കിയിട്ടെന്നോ? അല്ല, ടക്കിട്ടു. കൊള്ളാം. ചില കടിച്ച പൊട്ടാത്ത അവലോസ് ഉണ്ടെങ്കിൽ ഇടാൻ പറ്റിയ പേര് ടക്കിട്ടു. അതെന്റെ ചെല്ലപ്പേരാ. അപ്പൊ ഒറിജിനൽ ഏഞ്ചല. നല്ല പേര്. അങ്കിളിന്റെ പേര് ഈശ്വരപ്ലായ് കുമാരപ്ലായ്. ഷോർട്ട് ഫോമിൽ EP കുപ്പി എന്ന് വിളിക്കും. കാലിക്കുപ്പി എന്നായിരുന്നു വിളിക്കാൻ സൗകര്യമായിരുന്നു. അങ്കിൾ എന്തിനാ വന്നേ? ഞാൻ മോളെ ഒന്ന് കൗൺസിൽ ചെയ്യാൻ വന്നതാ. ഒന്നുകളെയും കുഞ്ഞിന്റെ മുടി വെട്ടി കളയുന്നു. ഇംഗ്ലീഷ് അറിയാത്ത മലയാളിയാണല്ലേ. ഈടോ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗുണദോഷിപ്പിച്ച് ഉപദേശിച്ച് നേരെയാക്കുന്ന രീതിയാണ്. ഞാൻ വിചാരിച്ചേ മുടി വെട്ടാൻ വന്ന ബാർബറാണ്. അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? പറഞ്ഞ അനുസരിക്കില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഒരുമാതിരി കേരള മാർച്ച് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കും. ഇതൊക്കെ മാറ്റാനാണ് മിസ്റ്റർ കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പൊ മോളെ, നമുക്ക് ഒന്നിൽ നിന്നും തുടങ്ങാം. ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നാം എന്ത് പറയണം? സുഖമാണോ സാറേ എന്ന് ചോദിക്കണം. അല്ല, ഗുഡ് മോർണിംഗ് എന്ന് പറയണം. ഉറങ്ങുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കണം. തെറ്റിക്കരുത്. ഗുഡ് നൈറ്റ് എന്ന് പറയണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട ഒന്നാണ് ശുചിത്വം. രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് കുളിക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഉച്ചക്കും കുളിക്കണം. അതുപോലെ തന്നെ ആഹാരത്തിന് മുമ്പ് കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാലോ? പോലീസ് പിടിക്കോ? അല്ല, എലിപ്പനി പിടിക്കും. താൻ കുറെ നേരമല്ല നിന്ന് ചൊറിയാൻ തുടങ്ങിയിട്ട്. എടോ, ഞാൻ ഈ കുഞ്ഞിനെ കൗൺസിൽ ചെയ്യാൻ വന്നതാ. ഇത് കണ്ടെങ്കിൽ താൻ നന്നാവാൻ നോക്ക്. അപ്പോ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കണം. അതെ, മൂത്രം ഒഴിക്കണം. എന്നെ കൂടെ പറഞ്ഞ് തെറ്റിക്കുന്നോ? മൂത്രമൊഴിക്കണ്ടേ? ഒഴിക്കണ്ട. 5 ദിവസം ഒഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗുഡ് മോർണിംഗ് എന്ന് പറയണം. മാഡം, ഒരു ചായ. തൊണ്ടയിലെ വെള്ളം പറ്റി. കൊച്ചമ്മരിക്കും, ഞാൻ എടുത്തോണ്ട്. കൊച്ചുമേ, ഈ ഫ്ലാറ്റിന് എത്ര സ്ക്വയർ ഫീറ്റ് കാണും? അതും കൗൺസിലിംഗുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. കുട്ടിക്ക് ഓടിക്കളിക്കാൻ പാകത്തിന് ഈ ഫ്ലാറ്റിൽ സ്ഥലമുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കിയിട്ടില്ല. ഏതാണ്ട് 2000 സ്ക്വയർ ഫീറ്റ് കാണും. അയ്യോ, ഏതാണ്ട് പോരാ. കൃത്യമായിട്ടുള്ള അളവ് വേണം. ഞാനൊന്ന് അളക്കാം. ഒരു ടേപ്പ് കൊണ്ടുവരും. ഇതും കൂടെ കുറച്ച് ഇട്ടോ. ഈ തക്കുടാണ് കൊള്ളാമല്ലോ. കുറച്ചും കൂടെ ഇട്ടോ. ഇനി ഇട്ടാലേ ചത്തുപോകും. ടൈറ്റ് ചെയ്ത് പിടിക്കും. സാറേ ചായ. 6 6:48. ഇടോ, ചായ 6. ഓ, ചായ ചൂടോടെ കുടിക്കണം സാറേ. കുടിച്ചാട്ടെ. ചായ കൊള്ളാവോ? നല്ല ചായ. കണ്ണന്തേവന അല്ല, സൺറൈസാ. നേരം എടുത്താ വൈകുന്നേരം നല്ല ഉന്മേഷമായിരിക്കും. ഉന്മേഷം ഉണ്ടോ? ഉന്മേഷം തോന്നുന്നുണ്ട്. എവിടെയാ ടോയ്ലറ്റ്? അവിടെ അളവെടുക്കാനാണോ? അല്ല, ഒന്ന് ഫ്രഷ് ആകാനാ. ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാച്ചാ മതി. ഇയാളിതുവരെ അളവെടുപ്പ് കഴിഞ്ഞില്ലയോ? കുറച്ച് സമയം എടുക്കും. ഏരിയ കുറെ കിടക്കല്ലേ. എവിടുന്ന് കിട്ടി ഈ കൗൺസിലറിനെ? അളവെടുപ്പ് തുടങ്ങിയിട്ട് മണിക്കൂർ 2 ആയി. ഇരട്ട പ്രസവിച്ച സുഖം. കൊച്ചുമേ, ഇന്ന് മൂട് പോയി. ഞാൻ നാളെ വരാം. നാളെ നേരത്തെ വരണേ. ഇല്ലെങ്കിൽ നാളെ ആക്കണ്ട. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം.
നിന്ന് പിരിയാൻ പോവല്ലേ? ഇല്ല മാർത്തണ്ട, ഇല്ല. ഞാൻ നിയമത്തിന്റെ വഴിയിൽ സഞ്ചരിക്കും. മോനെ ഇതൊന്നും പിടിച്ചേ, ഞാൻ ഇപ്പൊ വന്ന് വാങ്ങിച്ചോളാം. അത് ചോദിച്ചാൽ കൊടുത്തില്ല കേട്ടോ. അതെ, പിന്നെ അതെ. എങ്ങോട്ട് പോയി? കളഞ്ഞുപോയ വള്ളി സാറിന്റെ കയ്യിൽ തന്നെ വന്ന് ചുറ്റിയല്ലോ. ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ആ കള്ളന്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിയെടുത്ത സാറിന്റെ കഴിവ് അപാരം തന്നെ. ഇയാൾ എന്തൊക്കെയായി പറയണേ? ഇതൊരു അമ്മാവന്റെ ബാഗാ. അല്ല സാറേ, ഇത് എന്റെ ബാഗാ. സാർ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ലേ? ഇല്ല. പഴയ സ്വർണം കൊടുത്ത് പുതുക്കി മേടിക്കാൻ വേണ്ടി കൊച്ചമ്മേനെ ജോലടിയിലേക്ക് പറഞ്ഞു വിട്ടതാ. അപ്പോഴാ കള്ള തട്ടിപ്പുറത്തിൽ ഓടിക്കളഞ്ഞത്. അപ്പൊ അയാള് കള്ളനല്ലേ? ആ, എനിക്ക് മനസ്സിലായി അവൻ കള്ളനാണെന്ന് സാറിന് മനസ്സിലായിട്ടില്ല. പക്ഷെ അവന് മനസ്സിലായി സാർ ആരാണെന്ന്. ആരാണോ ബാഗം തന്നിട്ട് ഓടിക്കളഞ്ഞത്. അപ്പൊ ഞാൻ വരട്ടെ ഉണ്ണി സാറേ. അതെന്റെ ഉടമസ്ഥൻ വന്ന് വാങ്ങിച്ചോണ്ട് പോയി. അവനാണ് ഉടമസ്ഥൻ. ബാഗ് എന്നോട് പറഞ്ഞോ? ഇല്ല. എന്നെ നിനക്ക് മനസ്സിലായോടാ? ഇല്ല. ആ പകുതി രക്ഷപ്പെട്ടു. എന്താ വേഷം കെട്ടിട്ട് ബാഗ് ഞാനാ? അല്ല, അതിനകത്ത് എന്താണെന്നറിയാമോ നിനക്ക്? സ്വർണ്ണമല്ലേ? അയ്യോ, എന്താ സ്വർണ്ണമായിരുന്നല്ലോ. അപ്പൊ കള്ളൻ തന്നെയല്ലേ? കള്ളൻ നിന്റെ അച്ഛൻ. നിന്നോട് ആരാ പറഞ്ഞ അവന്റെ അടുത്ത് ബാഗ് കൊടുക്കാൻ? തൽക്കാലം 1000 രൂപ. എന്തിന്? ഈ കേസ് ഒതുക്കി തീർക്കാൻ. എടാ, നീ കാരണം എത്ര രൂപയുടെ നഷ്ടം എനിക്ക് ഉണ്ടായെന്നറിയാവോ? എന്റെ രൂപയൊന്നുമില്ല. ഇതെന്ത് ന്യായം? നിങ്ങളോട് ബാഗ് എന്നെ തരാൻ ഞാൻ പറഞ്ഞോ? വീട് വിറ്റ് കിട്ടിയ കാശുകൊണ്ട് എന്റെ മകളുടെ കല്യാണത്തിന് കുറെ സ്വർണ്ണം മേടിച്ച് വരുന്ന വഴിക്ക് പറിച്ചു. വയ്യാത്ത കാലം വെച്ച് ഓടി രാജുവിന്റെ പുറകെ ഓടിച്ചെന്ന് കയ്യോട് പോയി പിടിച്ചപ്പോ അവന്റെ കയ്യിൽ ബാഗില്ലാന്ന്. ഞാൻ എന്താ ചെയ്യാ എന്റെ മക്കളെ? ഏത് ഉടമസ്ഥൻ? ഞാനാ ഉടമസ്ഥൻ. സ്ഥിരം നമ്പറാ. പിടിക്കപ്പെടുന്നു ഉറപ്പ് വരുമ്പോ സാധനം കൂടെ ഉള്ളവർക്ക് കൈമാറും. ഏത് നിമിഷവും ഞാൻ വിളിക്കും. എന്തിനും തയ്യാറായിരുന്നോളാം. എന്താ ഇവിടെ പ്രശ്നം? സാറിന്റെ ദൈവമാണ് ഇവിടെ എത്തിച്ചത്. സാർ ഇയാൾ ഒരു ബാഗ് മോഷ്ടിച്ചിട്ട് ഇവിടെ വന്നു. അത് ഞാൻ ഉടമസ്ഥന് തിരിച്ചു കൊടുത്തു. ഇയാൾക്ക് ഇപ്പൊ ബാഗ് തിരിച്ചു വേണമെന്ന് സാർ എന്ത് ചെയ്യും? സ്റ്റേഷനിലോട്ട് പോണം. കേട്ടോ? ഇയാൾ മറ്റേ ബാഗ് ഇതെന്താ ഓട്ടോ ഇവിടെ നിന്ന്? ഇതിന് നല്ല ബ്രേക്ക് ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിർത്തണമെന്ന് വിചാരിച്ചാൽ അവറാച്ചന്റെ കടയിൽ കയറിയേ നിൽക്കൂ. നമ്മള് പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അനിയ, ചന്ദ്രനിലേക്ക് പോണെന്ന് പറഞ്ഞ് പോണ എല്ലാവരും ചന്ദ്രനിൽ എത്തുന്നുണ്ടോ? ഇല്ല, ചിലർ ഇടയ്ക്ക് വെച്ച് കൊഴിഞ്ഞു പോകും. അപ്പൊ സാർ ഇയാളെയും വെറുതെ വിടാൻ പോവാണോ? ഒരിക്കലും വെറുതെ വിടില്ല. മേലിൽ ഇത് ആവർത്തിക്കരുത്. ആട്ടോ ഇപ്പൊക്കോളൂ. വീട്ടിൽ പോയിരുന്നോളം പറഞ്ഞേക്കാം. ഇതെന്ത് നിയമമാണ് സാർ? കള്ളനെ പറഞ്ഞു വിട്ടിട്ട് എന്നെ മാത്രം പിടിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ ആരെയും പിടിച്ചു ചേർത്തിട്ടില്ലല്ലോ അനിയ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കളവനോടൊപ്പം പോവാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോവാം. എന്നാലും ആ പിടിച്ചുപറിക്കാരനെ വെറുതെ വിട്ടത് ശരിയായില്ല സാർ. വെറുതെ അല്ലല്ലോ, ഞാൻ ഓട്ടോ കാശ് കൊടുത്ത അയാളെ ഓട്ടോയിൽ കയറ്റി വിടുന്ന അനിയൻ കണ്ടതല്ലേ. കൊള്ളാം, കള്ളന് കൂട്ടു നിൽക്കുന്ന പോലീസ്. അങ്ങനെ പറയരുത്. ആരും ലോകത്ത് കള്ളന്മാരായി ജനിക്കുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് മനുഷ്യനെ കള്ളനും കൊലപാതകയും കോമാളിയുമാക്കുന്നത്. സാറ് വല്ല അച്ഛനും ആകേണ്ടതായിരുന്നു. അതെ, നല്ല പ്രായത്തിൽ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞാനും ഒരു അച്ഛനാകുമായിരുന്നു. അയ്യോ, ആ അച്ഛനല്ല, ഫാദർ. അതെ, അച്ഛനെ ഇംഗ്ലീഷിൽ ഫാദർ എന്നാണ് പറയുന്നത്. അതല്ല, വികാരി. അനിയനിപ്പോ എന്താ വികാരം? ആ പോയയാളെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലി ചതക്കണമല്ലേ? അതുകൊണ്ട് ഇവിടെ കള്ളന്മാരില്ലാണ്ടാവോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ഉപദേശിക്കുക, ഉപദേശിച്ച് നല്ലവരാക്കാൻ ശ്രമിക്കുക. അല്ലാതെ മർദ്ദൻ ഒരു പോമഴിയല്ല. അനിയനറിയോ, കള്ളന്മാരെല്ലാം സത്യവാന്മാരാണ്. കേരളത്തിലെ പോലീസുകാരെല്ലാം സാറിനെ പോലെ ആയിരുന്നെങ്കിൽ അതിന് പരശുരാമൻ ഒരിക്കൽ കൂടി മഴുവേറിയേണ്ടി വരും. അനിയന് കള്ളനെയും പോലീസിനെയും തിരിച്ചറിയാൻ കഴിയില്ല. ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനം തന്ന് എന്നെ ചേട്ടാന്ന്. സോറി സാർ. ശരി ചേട്ടാ. എങ്ങോട്ട്? ഞാൻ നടന്നു എങ്ങട്ടെ എന്ന് ചോദിച്ചാണോ? ഒരു ദിവസം എന്റെ കയ്യില് ഇവിടെ ആരും ഇല്ലല്ലേ, അതാ ഈ ദേഷ്യം. ഇതാരാ? അമ്മച്ചാന്നോ? പിള്ളാരൊക്കെ എവിടാ? ഞാൻ പോയേക്കാം. അയലോക്കെ വല്ലേ വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് വെച്ചപ്പോ അതിപ്പോ കുറ്റമായോ? ദരിദ്രവാസി. ദരിദ്രവാസിയല്ല, അയൽവാസി.
എന്റെ മോ ആ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി കിടച്ചു. ആ കയ്യിലിരിക്കട്ടെ, ഞാൻ ആവശ്യമുള്ളപ്പോ ചോദിച്ചോളാം. ഉവ്വ. എന്താ പേര്? മൈക്ക്. നല്ല പേര്. ആ എവിടാ വീട്? തോപ്രാംകുടി. തോപ്പാങ്കുടിയിൽ എവിടെ? മൈക്ക് സിറ്റിയില്. ആ മൈക്ക് സെറ്റില്. മണത്തുമുറുക്കാരുടെ ഇപ്പുറത്ത്. ആ ഇപ്പുറത്ത് ആ വിരിപ്പില്. ആ വിരിപ്പില്. മൈക്ക് മത്തായിടെ. ആ മൈക്ക് മെത്തേഡ് ആരാന്ന് പറ. മോൻ. എന്റെ പൊന്നു മോനെ, എനിക്കവിടെ ആരെയും പരിചയമില്ല, ഞാൻ അവിടെ അടുത്ത് വന്നിട്ടുമില്ല. ആ എന്റെ ബന്ധുവാണ് ഈ ദാസൻ. അന്ത്യകൂദാശയ്ക്ക് സമയമായോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. അവന്മാർക്കൊക്കെ കൊടുക്കും കൂതാശ. ഞാൻ ഇപ്പോഴൊന്നും ചാവത്തില്ല എന്ന് പറഞ്ഞേക്കെ. കൂദാശ കൊടുക്കുന്നു മക്കള്, ചാവത്തില്ല എന്ന് ദാസനും. അറിയോ, മക്കൾക്കെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുന്ന മഹാനായി നിൽക്കുന്നത്. എന്റെ സ്വത്ത് തിരിച്ചു തന്നില്ലെങ്കിൽ ഇനിയും ഞാൻ കേസ് കൊടുക്കും. ആ കുരുത്തക്കെട്ടവന്മാരോട് ചെന്ന് പറഞ്ഞേക്കെ. അല്ല അപ്പൊ പേരെന്താ പറഞ്ഞ? ആംപ്ലിഫയറോ? മൈക്ക്. ആ അല്ല, ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ്, അതുകൊണ്ട് ചോദിച്ചതാ. വരട്ടെ.